ഇപ്പം നിർമ്മിത ബുദ്ധിയും തൊഴിൽ മേഖലയും എന്നുള്ളൊരു വിഷയം തലക്കെട്ടായിട്ട് ഒരു സംഗതി വരുമ്പോൾ അതിൽ ആദ്യമായി നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ചോദ്യം എന്തായിരിക്കും? എൻ്റെ തൊഴിൽ AI കവർന്നെടുക്കുമോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ഒരു വിഷയത്തെക്കുറിച്ച് ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ അവർ ആദ്യം ചോദിക്കാൻ താല്പര്യപ്പെടുന്ന ചോദ്യവും അത് തന്നെയാണ്, എൻ്റെ ജോലി പോകുമോ എന്നുള്ളൊരു ചോദ്യം. ആ ചോദ്യത്തിനൊരു പ്രശ്നമുണ്ട്. ആ ചോദ്യം എന്ന് പറയുന്നത് ഈ വിഷയത്തെ വളരെ വ്യക്തിവൽകൃതമായിട്ട് കാണുന്ന ഒരു രീതിയിലുള്ള ഒരു ചോദ്യമാണ്, ആ ഫ്രെയിം വർക്കിലുള്ള ഒരു ചോദ്യമാണ്. ഇതല്ലെങ്കിൽ മറ്റു ചിലർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ AI വരുന്നതിലൂടെ ഈ തൊഴിൽ രംഗത്തെ പൊതുവിൽ എങ്ങനെ ബാധിക്കും എന്നുള്ളൊരു ചോദ്യം. ആ ചോദ്യത്തിന് കുറച്ചുകൂടി വിശാലത ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട്. കാരണം അത് AI എന്ന് പറയുന്ന സാങ്കേതിക വിദ്യയെ ഒരു ചരിത്ര ബാഹ്യമായ ഒരു സാങ്കേതിക വിദ്യയായിട്ട് കാണും. അത് എന്തോ പെട്ടെന്ന് ഉദിച്ചു വന്നൊരു സാങ്കേതിക വിദ്യയാണ്. ഇനിയിപ്പോ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും അത് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ചിന്തകളിലേക്കാണ് അത് കൊണ്ടുപോകുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ സാങ്കേതിക വിദ്യയെ എങ്ങനെ കാണണം, ഈ സാങ്കേതിക വിദ്യ എന്നല്ല ഏതൊരു സാങ്കേതിക വിദ്യയും എങ്ങനെ കാണണം എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. അതിനെ ഒരുപക്ഷെ അതിനോടുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് അതിനെ ചരിത്രപരമായിട്ട് കാണുക എന്നുള്ളതാണ്. ചരിത്രപരമായിട്ട് കാണുക എന്ന് പറയുമ്പോൾ ഈ സാങ്കേതിക വിദ്യ ഉണ്ടാക്കുന്നതിൽ അടങ്ങിയിരിക്കുന്ന പ്രേരണകൾ എങ്ങനെയാണ് കാലാകാലങ്ങളായിട്ട് പ്രവർത്തിച്ചത്, അതെങ്ങനെയാണ് തൊഴിൽ ഉപാധികളെ, മീൻസ് ഓഫ് പ്രൊഡക്ഷൻ, നിർമ്മാണ ഉപാധികളെ എങ്ങനെയാണത് അതിലൂടെ മാറ്റങ്ങൾ സംഭവിച്ചത് എന്നുള്ള രീതിയിൽ കാണുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ മറ്റു ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു പോകുമ്പോൾ ഈ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥ വരും. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെയുള്ള ചോദ്യങ്ങളെ നിഷേധിക്കുക, അങ്ങനെയുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതാവാം അതിനുള്ളൊരു മാർഗം. അപ്പൊ ആ ഒരു മാർഗമാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ആ ചോദ്യങ്ങളോട് ഞാൻ അങ്ങനെ എൻ്റെ ജോലി പോകുമോ, എൻ്റെ തൊഴിൽ പോകുമോ അതോ എന്നുള്ളതും ഈ നിർമ്മിത ബുദ്ധി വരുന്നതിലൂടെ എങ്ങനെയാണ് തൊഴിൽ രംഗത്തുള്ള മാറ്റങ്ങൾ വരിക എന്നുള്ളതിനെയും ആ രീതിയിലല്ലാതെ അതിനെ ചരിത്രപരമായിട്ട് കാണാനുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആദ്യത്തെ ഒരു പകുതിയോളം നിർമ്മിത ബുദ്ധിയെ കുറിച്ചല്ല, പൊതുവിൽ യന്ത്രവൽക്കരണവും മുതലാളിത്തത്തെയും കുറിച്ചാണ്. അതിനുശേഷം അതെങ്ങനെ നിർമ്മിത ബുദ്ധിയെ മുതലാളിത്തത്തിന് കീഴിലെ യന്ത്രവൽക്കരണത്തിലെ ഒരു ഘട്ടമായി എങ്ങനെ നമുക്ക് കാണാം എന്നുള്ളതിലേക്കുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഈ നിർമ്മിത ബുദ്ധി എന്നുള്ള നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് ഗൂഗിൾ ഇമേജസിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ചിത്രങ്ങളായിരിക്കും കാണുക. അപ്പൊ ഈ ചിത്രങ്ങൾ എന്താണ് നമ്മളോട് പറയാതെ പറയുന്നത് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അത് ഒന്ന്, നിർമ്മിത ബുദ്ധി എന്നുള്ളത് ഈ മനുഷ്യന് സമാനമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യ, മനുഷ്യൻ ചെയ്യാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളും അത് ചെയ്യും എന്നുള്ള രീതിയിലാണ് ഈ ചിത്രം നമ്മളോട് പറയാതെ പറയുന്ന ഒരു സംഗതി. അതിലൂടെ പറയുന്ന പല കാര്യങ്ങളുണ്ട്. അതിലൂടെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ തൊഴിൽ പോകും. നിങ്ങളല്ലേ ഇപ്പൊ കമ്പ്യൂട്ടറിന് മുമ്പിലായിരുന്നു ജോലി ചെയ്യുന്നത്, പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ ഈ നിർമ്മിത ബുദ്ധിയുടെ ഈ സംഗതി വരുമ്പോഴത്തേക്കും നിങ്ങളുടെ തൊഴിൽ പോകും എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ നേരത്തെ പറഞ്ഞ രണ്ട് ചോദ്യങ്ങളുടെ ആ ഒരു അന്തരീക്ഷത്തിൽ ഉള്ള ഒരു ചിത്രം, ആ ഒരു രീതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ചിത്രമാണ് ഇത്. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ചിത്രങ്ങളെല്ലാം തന്നെ ഈ തരത്തിൽ മനുഷ്യവൽകൃതമായിട്ട് അവതരിപ്പിക്കുന്ന ചിത്രങ്ങളാണ്. ഞാൻ ഈ പ്രസന്റേഷനിൽ ഒരു കുറേയധികം വ്യക്തികളും അവരുടെ സംഭാവനകളെ കുറിച്ചും പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഈ 4 വ്യക്തികളാണ്. 4 വ്യക്തികളെ നമുക്ക് വഴിയെ പരിചയപ്പെടാം. ഇതിൽ ആദ്യത്തെ വ്യക്തി നിങ്ങൾക്ക് സുപരിചിതനായിരിക്കും. നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തെ വലിയ തോതിൽ സ്വാധീനിച്ചിട്ടുള്ള മാർക്സാണ്. പിന്നെ അത് കൂടാതെ ബാബേജ്, ഹാരി ബ്രാവർമാൻ, അലൻ ട്യൂറിൻ എന്നിങ്ങനെയുള്ളവരും അതുകൂടാതെയും വേറെയും കുറച്ച് പേരുണ്ട്. അപ്പോൾ ഇവരുടെ സംഭാവനകളും മറ്റുമൊക്കെ എങ്ങനെയാണ് നമ്മൾ ഓർത്തിണക്കി ഒരു ഇതായിട്ട് വായിക്കാൻ സാധിക്കുക എന്നുള്ളതും കൂടി ഊന്നിക്കൊണ്ടുള്ളതാണ് ഇത്. അപ്പൊ ഇതിന്റെ ഒരു ഔട്ട്ലൈൻ എന്ന് പറഞ്ഞത് യന്ത്രവൽക്കരണം എങ്ങനെ എന്നുള്ളതും യന്ത്രവൽക്കരണം എന്തിന് എന്നുള്ളതും പിന്നെ യന്ത്രവൽക്കരണത്തിന്റെ പ്രത്യാഘാതം, പിന്നെ യന്ത്രവൽക്കരണത്തിന്റെ ഒരു ഘട്ടമായി വരുന്ന നിർമ്മിത ബുദ്ധിയിൽ അടങ്ങിയിട്ടുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ, അതിന്റെ നിർമ്മിത ബുദ്ധി കാലത്തെ തൊഴിൽ എന്നുള്ളതാണ്. അപ്പൊ ഇത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഉദ്ദേശിക്കുന്നത് നിർമ്മിത ബുദ്ധിയും തൊഴിൽ മേഖലയെ കുറിച്ച് ഒരുപക്ഷെ കൂടുതൽ ചോദ്യങ്ങളാവും ഉണ്ടാവുക ഈ പ്രസന്റേഷന്റെ കൂടെ. പക്ഷെ അത് അങ്ങനെ തന്നെ വേണം എന്നുള്ള അർത്ഥത്തിലാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത്. നമുക്ക് എങ്ങനെ പോകുന്നു നോക്കാം. ഒരു പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഒരു പ്രസന്റേഷൻ എന്നും വേണേൽ പറയാം. അപ്പൊ ആദ്യത്തെ വ്യക്തി ഇവിടെ ചാൾസ് ബാബേജ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം
മാത്തമാറ്റീഷ്യൻ ആയിരുന്നു, കമ്പ്യൂട്ടർ ശാസ്ത്രജ്ഞനായിരുന്നു. ഇദ്ദേഹത്തെ നിങ്ങൾക്ക് പലർക്കും പരിചയം ഉണ്ടാവുമായിരിക്കും. എന്ന് വെച്ചാൽ ഫാദർ ഓഫ് കമ്പ്യൂട്ടിംഗ് എന്ന് ഇദ്ദേഹത്തെ വിളിക്കാറുണ്ട്. അദ്ദേഹം 1800കളിൽ നിർമ്മിച്ച ഒരു യന്ത്രത്തിന്റെ ഒരു ആശയ മാതൃകയുണ്ട്, അനലിറ്റിക്കൽ എഞ്ചിൻ എന്ന് പറയും. ആ അനലിറ്റിക്കൽ എഞ്ചിനാണ് പിന്നീട് 100 വർഷങ്ങൾക്ക് ശേഷം കമ്പ്യൂട്ടർ രൂപകൽപ്പന ചെയ്യാനും മറ്റൊക്കെ വളരെയധികം സഹായിച്ചത്. പക്ഷേ ചാൾസ് ബാബേജിനെ കുറിച്ച് ഞാൻ ഇവിടെ പറയുന്നത് അദ്ദേഹം കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് കൊണ്ടും നിർമ്മിത ബുദ്ധി കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് കൊണ്ടും അല്ല. ചാൾസ് ബാബേജ് ഇത് കൂടാതെ കമ്പ്യൂട്ടിംഗ് മേഖലയിൽ അല്ലാതെയുള്ള കുറേയധികം പഠനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു പഠനം എന്ന് പറയുന്നത് ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇറക്കിയ ഒരു പുസ്തകത്തിന്റെ പേര് ഓൺ ദ എക്കോണമി ഓഫ് മെഷീൻസ് ആൻഡ് മാനുഫാക്ചേഴ്സ് എന്നുള്ളതാണ്. മാനുഫാക്ചറിങ് എന്ന് മറ്റോ വായിക്കാം. അന്നത്തെ ഒരു വാക്കുകളുടെ പ്രയോഗം വെച്ചിട്ട് ഓൺ ദ എക്കോണമി ഓഫ് മെഷീൻസ് ആൻഡ് മാനുഫാക്ചേഴ്സ് എന്നാണ് ആ പുസ്തകത്തിന്റെ ശീർഷകം. അതിൽ അദ്ദേഹം പറയുന്ന ഒരു കൊട്ടേഷനാണ് ഇവിടെ ഉള്ളത്. ഞാനത് വായിക്കാം, ഇംഗ്ലീഷിലാണ് ഞാൻ വായിക്കാം. 2ാമത്തെ ഖണ്ഡികയിൽ ദ ഫസ്റ്റ് ഒബ്ജക്റ്റ് ഓഫ് എവറി പേഴ്സൺ ഹു അറ്റംപ്റ്റ്സ് ടു മേക്ക് ആൻ ആർട്ടിക്കിൾ ഓഫ് കൺസംഷൻ ഈസ് ടു പ്രൊഡ്യൂസ് ഇറ്റ് ഇൻ എ പെർഫെക്റ്റ് ഫോം. നമുക്ക് ആവശ്യത്തിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലാവണം നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. പക്ഷേ ഇൻ ഓർഡർ ടു സെക്യൂർ ടു ഹിംസെൽഫ് ദ ഗ്രേറ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് പെർമനന്റ് പ്രോഫിറ്റ്, ലാഭേച്ഛയാണ് അതിന്റെ ഉദ്ദേശ ലക്ഷ്യമെങ്കിൽ ഹി മസ്റ്റ് എൻഡീവർ ബൈ എവറി മീൻസ് to render the new luxury or want that is created cheap to those who consume it. ഒന്നുകൊണ്ട് ഒരുപാട് ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമല്ല, ഒരുപാട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് വിറ്റഴിക്കാനുള്ള ആവശ്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവണം. അത് വിറ്റഴിക്കാനുള്ള ആവശ്യങ്ങൾ സമൂഹത്തിൽ ഉണ്ടായാൽ മാത്രം പോലെ ഈ ഒരുപാട് ഉണ്ടാക്കുന്നത് വളരെ വളരെ ചീപ്പുമായിരിക്കണം, വളരെ എക്കണോമിക്കലി ആളുകൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതും ആയിരിക്കണം. അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്ന ഒരു സംഗതി, ഞാൻ ഈ ചാൾസ് ബാബേജ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വീക്ഷണം കൊണ്ട് എവിടെ നിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്ന് സൂചിപ്പിക്കാനും കൂടിയാണ് ഞാൻ ഈ ഒരു സ്ലൈഡ് ഉപയോഗിച്ചത്. അതിൽ അദ്ദേഹം പറയുന്നത് ആവശ്യത്തിന് അനുയോജ്യമായി നമ്മൾ നിർമ്മാണ പ്രക്രിയ ക്രമീകരിക്കുന്നതും ലാഭത്തിന് അനുയോജ്യമായി ക്രമീകരിക്കുന്നതും തമ്മിൽ വലിയ അന്തരമുണ്ടെന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അദ്ദേഹം ഇത് ഇങ്ങനെ അത് അവതരിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ബാബേജ് ഈ പുസ്തകത്തിൽ ഞാൻ പറയുന്ന രണ്ട് സ്ലൈഡുകളാണ് ഇവിടെ ഞാൻ ചേർത്തിട്ടുള്ളത്. അത് ഞാൻ ഇത് വായിക്കാം. ഞാനത് മലയാളത്തിലേക്ക് ആക്കിയതാണ്. ഞാൻ എൻ്റെ രീതിയിൽ മലയാളത്തിലാക്കി. അത്യാവശ്യം അർത്ഥം വരുന്നു എന്ന് വിചാരിക്കുന്നു. ഞാൻ വായിക്കാം. തൊഴിൽ വിഭജനം നടപ്പിലാവുന്നതിലൂടെ പണി ഉപകരണങ്ങളും യന്ത്രങ്ങളും ആവിഷ്കരിക്കാനുള്ള ഒരു പ്രേരണ വന്ന് ഭവിക്കുന്നു. ഓരോ ചെറു നിർമ്മാണ പ്രക്രിയയും ഒരു വ്യക്തിയുടെ മാത്രം ശ്രദ്ധയിലാകുമ്പോൾ, അയാളുടെ ശ്രദ്ധ ഒരു ലളിത പ്രക്രിയയിലേക്ക് മാത്രമായി കേന്ദ്രീകരിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ ആ പ്രക്രിയ നവീകരിക്കുന്നതിലേക്കുള്ള ആലോചനകൾ സ്വാഭാവികമായും ഉണ്ടാവും. അത്തരം ചിന്തകളും അതിലൂടെ ഉരുത്തിരിയുന്ന ആശയങ്ങളും ഒരു യന്ത്രത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപടികളാണ്. ഇത് ഞാൻ ഉദാഹരണം വെച്ചിട്ട് ഞാൻ പറയാൻ വിചാരിക്കുന്നു. എന്ന് വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു ക്രാഫ്റ്റോ മറ്റോ ചെയ്യുകയാണെന്ന് കരുതുക, കുട്ടികളുടെയൊക്കെ ഒരു ക്രാഫ്റ്റ്. അപ്പം അതിൽ ചെറിയ തടിയുടെ ചെറിയ സ്റ്റിക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്ന് കരുതുക. അപ്പം നമ്മൾ ഏറ്റവും ആദ്യം ഒരു പക്ഷേ ഈ 2 സ്റ്റിക്കുകൾ ഇങ്ങനെ എടുത്തിട്ട് അതിനെ അറ്റത്ത് കുറച്ച് പശ തേച്ചിട്ട് ജോയിൻ ചെയ്യിക്കാൻ ശ്രമിക്കും. അത് കുഴപ്പമില്ലാന്ന് ചിലപ്പോൾ വന്നേക്കും. പക്ഷെ അതിനുശേഷം നമ്മൾ അതിങ്ങനെ കുറേ തവണ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നും അത് വേണമെങ്കിൽ ഒരു ചെറിയൊരു ആംഗിളിൽ സ്ലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ സർഫസ് ഏരിയ കിട്ടും, പശ വെക്കാനായിട്ട് കൂടുതൽ സർഫസ് ഏരിയ കിട്ടുമല്ലോ, അപ്പോൾ കുറച്ചുകൂടി നിൽക്കും. അപ്പോൾ നമ്മളിങ്ങനെ നിരന്തരമായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള ഈ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും. അപ്പോൾ എന്നിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സർഫസ് ഏരിയ ആയിട്ടാണ് 45 ഡിഗ്രിയിലോ മറ്റോ രണ്ടിൻ്റെയും ഇതിൻ്റെ 45 ഡിഗ്രിയിലോ അതിന് മീതെയോ മറ്റോ വെക്കണം എന്ന് നമുക്ക് തോന്നിയേക്കും. അപ്പോൾ ആ രീതിയിൽ ചെയ്യാനായിട്ട് നമ്മളൊരു പക്ഷേ ഒരു ഡയഗ്രാം നമുക്ക് ചിന്തിരിക്കും. ആ ഡയഗ്രത്തിനനുസരിച്ച് വെട്ടാം എന്ന് കരുതിയിട്ടും മറ്റുമൊക്കെ. അപ്പോൾ ഇത് നമ്മൾ ഒരേ പ്രക്രിയ വീണ്ടും ഒരേ പ്രക്രിയ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ അതിനെ എങ്ങനെയാണ് കുറച്ചുകൂടി എളുപ്പത്തിൽ ചെയ്യുക എന്നുള്ള രീതിയിലേക്കുള്ള ചിന്തകളും അതിലേക്കുള്ള ഉപായങ്ങളും വന്നു ഭവിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. വളരെ ലളിതമായിട്ടുള്ള കാര്യമാണ്. അത് ആർക്ക് വേണമെങ്കിൽ ചിന്തിച്ചാൽ വളരെ സ്വാഭാവികമായി തോന്നേണ്ടതാണ്. 2ാമത്തെ കാര്യം, നിർമ്മാണത്തിലെ ഓരോ പ്രക്രിയയും ഒരു ലളിതമായ പണിയായുധത്തിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എല്ലാ പണിയായുധങ്ങളുടെയും ഒരു കേന്ദ്രീകൃത ശക്തിയുടെ കീഴിൽ ഒരു ക്രമീകരണം നിർമ്മിച്ചു കഴിഞ്ഞാൽ അതൊരു യന്ത്രത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ഒരുപാട് ടൂൾസ്, ഇങ്ങനെ ചെറിയ ടൂൾസ്, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 45 ഡിഗ്രി ആംഗിളുള്ള ഒരു ചിത്രം, ആ ചിത്രം വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് വെട്ടാൻ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ കുറേ ടൂൾസ്, കൊച്ചു ടൂൾസ് നിർമ്മിക്കുന്നു. ഈ ടൂൾസ് എല്ലാത്തിനെയും കൂടെ ചേർത്ത് ഒരു ക്രമീകരിച്ചുകൊണ്ട് ഒരു കേന്ദ്രീകൃതമായിട്ട് ഒരു ഓർക്കസ്ട്രേറ്റ് ചെയ്യാനെന്ന് മറ്റോ പറയാം. ഓർക്കസ്ട്രേറ്റ് ചെയ്ത് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന അവസ്ഥയിലോട്ട് എത്തിക്കഴിഞ്ഞാൽ അതൊരു യന്ത്രം എന്നുള്ള നിലയിലേക്ക് എത്തുന്നു. അപ്പോൾ കുറേ പണിയായുധങ്ങൾ, കുറേ ടൂൾസ് അതൊരു മെഷീനിലേക്ക് എത്തുന്നു.
പണിയുപകരണങ്ങൾ നിർമ്മിക്കുന്നതിലും പ്രക്രിയകൾ ലളിതവൽക്കരിക്കുന്നതിലും അവയുമായി നിരന്തര ബന്ധം പുലർത്തുന്ന തൊഴിലാളികൾ തന്നെയാവും ഏറ്റവും നല്ല വിജയം കൈവരിക്കുക. പണിയായുധങ്ങൾ ആവിഷ്കരിക്കാൻ തൊഴിലാളിയുടെ തൊഴിൽ പരിചയം പ്രധാനമാണെന്നിരിക്കെ പണിയായുധങ്ങളുടെ സമ്മേളനങ്ങൾ യഥാവിധം ക്രമീകരിക്കാൻ യന്ത്രങ്ങളുടെ ചിത്രങ്ങൾ നിർമ്മിക്കാനുള്ള കഴിവുകൾ വളരെ പ്രധാനമാണ്. അദ്ദേഹം മെക്കാനിക്കൽ ഡ്രോയിങ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇതൊരു വിവരണം പോലെ നമുക്ക് വായിക്കാം. പക്ഷെ ഇതിൽ അന്തർലീനമായിട്ടുള്ള മറ്റൊരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ പണിയായുധങ്ങളിലേക്ക് നയിക്കുന്ന അല്ലെങ്കിൽ യന്ത്രവൽക്കരണത്തിലേക്ക് നയിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, തൊഴിലാളി ആ പ്രക്രിയയുമായിട്ട്, ആ നിർമ്മാണ പ്രക്രിയയായിട്ടുള്ള നിരന്തരമായിട്ട് ഇടപെടുന്നു എന്നുള്ളത്. അതുകൂടാതെ രണ്ടാമത്തെ കാര്യം ഈ മെക്കാനിക്കൽ ഡ്രോയിങ്സും മറ്റുമൊക്കെ ചെയ്യാനുള്ള കുറച്ച് എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യം. അപ്പൊ ഈ രണ്ട് വൈദഗ്ധ്യങ്ങളും കൂടെ ചേർന്നാണ് ഇത് ഈ യന്ത്രവൽക്കരണം അല്ലെങ്കിൽ യന്ത്രങ്ങൾ വരുന്നത് എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു നിൽക്കുന്നത്. അപ്പൊ അതിലൂടെയുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ തൊഴിലാളിക്കാണ് യന്ത്രവൽക്കരണത്തിലെ കർത്തൃത്വം എന്നാണ് അദ്ദേഹം ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് മാർക്സ് പലതവണയല്ല 2 തവണ മറ്റോ പലർക്കുള്ള മറുപടികളിലും മറ്റൊക്കെ ഇദ്ദേഹത്തെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു വിപ്ലവ പൊട്ടൻഷ്യലുള്ള ഒരു വാദമായിട്ട് നമുക്ക് വേണമെങ്കിൽ വരുന്നത് എന്ന് വെച്ചാൽ യന്ത്രം നിർമ്മിക്കുന്നതിൽ തൊഴിലാളിക്കാണ് കർത്തൃത്വമെങ്കിൽ ആ യന്ത്രത്തിന്റെ ഗുണം തൊഴിലാളിയിലേക്ക് എത്തണം എന്നും കൂടെ അതിൽ പരോക്ഷമായിട്ട് വായിക്കാവുന്നതാണ്. സ്വാഭാവികമായിട്ട് അതിന്റെ ഫലമായിട്ട് വായിക്കാവുന്നതാണ്. പക്ഷെ അതേസമയം മുതലാളിത്തത്തിന് കീഴിൽ യന്ത്രവൽക്കരണം നടക്കുന്നത് അങ്ങനെയല്ല. യന്ത്രവൽക്കരണം നടത്തുന്നത് മുതലാളിയുടെ ലാഭം വർദ്ധിപ്പിക്കാനായിട്ടാണ്. അപ്പൊ ഞാൻ ഇത് ബാബേജിന്റെ കാര്യം ഞാനത് സംഗ്രഹിച്ചുകൊണ്ട് 2 കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇവിടെ ഒരു നിർമ്മാണ പ്രക്രിയ, അതിനൊരു രൂപരേഖ ഉണ്ടെന്ന് കരുതുക. ഇവിടെ ഞാൻ ഈ കാണിച്ചിരിക്കുന്ന ആദ്യത്തെ ഒരു സ്റ്റെപ്പ്, അതിനുശേഷം ഒരു 3 സ്റ്റെപ്പുകൾ, അതിനുശേഷം പിന്നെ എല്ലാം കൂടെ ചേർന്ന ഒരു സ്റ്റെപ്പ്, ഇങ്ങനെ ഒരു വളരെ ലളിതമായിട്ടുള്ള ഒരു രൂപരേഖയിലാണ് ഈ നിർമ്മാണ പ്രക്രിയ അരങ്ങേറുന്നതെന്ന് കരുതുക. അതിൽ ഓരോ പ്രത്യേക പ്രക്രിയയും ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ്. ആ തൊഴിലാളി അതിനെ പറ്റിയൊരു യന്ത്രം കണ്ടെത്തുന്നു. ഇങ്ങനെ യന്ത്രത്തിലൂടെ ഈ ടൂളുകൾ, യന്ത്രം എന്നല്ല പണിയായുധങ്ങൾ എന്ന് കൂട്ടാം, ഈ ടൂളുകൾ കണ്ടെത്തുന്നു. ആ ടൂളുകളെല്ലാം വെച്ച് കഴിഞ്ഞു. അതിനുശേഷം ഒരു യന്ത്രത്തിന്റെ ലോജിക്ക് ഇവിടെ മെഷീനറി എന്ന് ഞാൻ കാണിച്ചിരിക്കുന്ന രീതിയിൽ അത് പ്രവർത്തിക്കുന്നു. ഇതെല്ലാത്തിനെയും സിങ്ക്രണൈസ് ചെയ്തുകൊണ്ട് പ്രവർത്തിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് അത് നടക്കുന്നത് എന്നുള്ളതാണ് ബാബേജ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയാണ് യന്ത്രവൽക്കരണത്തിനെ കുറിച്ചുള്ള ബാബേജിന്റെ സിദ്ധാന്തം. അതിന് കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു പുസ്തകത്തിലും മറ്റൊക്കെ ഒരു സോഷ്യൽ ഹിസ്റ്ററി ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നൊരു പുസ്തകത്തിലും മറ്റൊക്കെ അതിനെക്കുറിച്ച് പറയുന്ന ലേബർ തിയറി ഓഫ് ഓട്ടോമേഷൻ എന്നുള്ളതാണ്. യന്ത്രവൽക്കരണത്തിന്റെ തൊഴിൽ സിദ്ധാന്തം എന്നുള്ളത്, തൊഴിലിലൂടെയാണ് യന്ത്രവൽക്കരണം നടക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ പ്രക്രിയ നേരത്തെ ഡിസൈൻ ചെയ്ത പ്രക്രിയ ഉണ്ട്. ആ പ്രക്രിയയുടെ സാമാന്യ രൂപം അതുപോലെ നിലനിൽക്കുന്നു. പക്ഷെ അവിടെ മനുഷ്യന്റെ പങ്ക് കുറയുന്നു, യന്ത്രങ്ങളുടെ പങ്ക് വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ യന്ത്രവൽക്കരണത്തിൽ തൊഴിലാളിയുടെ കർത്തൃത്വം. ഈ 2 കാര്യങ്ങളാണ് ഇതിൽ ബാബേജിന്റെ യന്ത്രവൽക്കരണ സിദ്ധാന്തത്തിലെ പ്രധാന 2 അംശങ്ങൾ. ഇനി നമുക്ക് മറ്റൊരാളിലേക്ക് കിടക്കാം. ഇവിടെ നമ്മൾ മാർക്സിലേക്ക് വരുന്നു. ഇപ്പോൾ മാർക്സിന്റെ സിദ്ധാന്തങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് പലർക്കും നല്ല രീതിയിൽ പരിചയം ഉണ്ടാവുമായിരിക്കും. പക്ഷെ എന്നാലും ഞാനൊരു പശ്ചാത്തലം എന്നുള്ള നിലയ്ക്ക് അതിൻ്റെ യന്ത്രവൽക്കരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങൾ ഒന്ന് സൂചിപ്പിച്ചു പോവാം എന്ന് കരുതും. അപ്പം മാർക്സ് ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ളതും മുതലാളിത്തത്തെയാണ്. അപ്പോൾ മുതലാളിത്തം എന്താണെന്ന് നമുക്കറിയാം. മുതലാളിത്തം എന്ന് പറയുന്നത് ഒരു പിടിച്ചുപറിയുടെ ഒരു സാമൂഹിക ബന്ധം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്ന് വെച്ചാൽ തൊഴിലാളികൾ മൂല്യം സൃഷ്ടിക്കുന്നു, ആ മൂല്യം പക്ഷെ മുതലാളി കവർന്നെടുക്കുന്നു എന്നുള്ളത്. സർപ്ലസ് വാല്യൂ, മിച്ച മൂല്യം എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള പദങ്ങളാണ്. അപ്പോൾ നിങ്ങൾ പണിയെടുക്കുന്നു, എൻ്റെ മുതലാളിയുടെ പോക്കറ്റിലേക്ക് അത് പോകുന്നു എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു സാമൂഹിക ബന്ധമാണ് മുതലാളിത്തത്തിലൂടെ നടപ്പിലാവുന്നത്. അപ്പം അതിൽ ഞാൻ മിച്ച മൂല്യം വർദ്ധിപ്പിക്കാനായിട്ട് 2 മാർഗങ്ങളുണ്ട്. ഇതും നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുന്നതാണ്. പക്ഷെ ഞാൻ വെറുതെ ഒന്ന് പറയാം പെട്ടെന്ന്. ആബ്സല്യൂട്ട് സർപ്ലസ് വാല്യൂ എന്ന് പറയും. അത് ആബ്സല്യൂട്ട് സർപ്ലസ് വാല്യൂ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ച ഒരു വിവർത്തനം നിരപേക്ഷ മിച്ച മൂല്യം എന്നാണ്. അപ്പോൾ അതിൽ പറയുന്ന ഒരാൾ 8 മണിക്കൂർ പണിയെടുക്കുന്നതിന് പകരം 12 മണിക്കൂർ പണിയെടുപ്പിക്കുക. അതാകുമ്പോഴത്തേക്ക് 4 മണിക്കൂർ എക്സ്ട്രാ ആയല്ലോ, 4 മണിക്കൂർ കൂടുതൽ മിച്ച മൂല്യം സൃഷ്ടിക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഈ 8 മണിക്കൂറിന് പകരം 12 മണിക്കൂർ പണിയെടുപ്പിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. ഈ ലേബർ നിയമങ്ങളുടെയൊക്കെ കാലത്ത് 20-ാം നൂറ്റാണ്ടിൽ, പണ്ട് അത് 19-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ നടന്നിരുന്നു. പക്ഷെ അതിനുശേഷമുള്ള ലേബർ മൂവ്മെന്റ്സും മറ്റുമൊക്കെ അതിന് വലിയ തോതിൽ വിഘാതം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് റിലേറ്റീവ് സർപ്ലസ് വാല്യൂ എന്നുള്ളതാണ്. ആപേക്ഷിക മിച്ച മൂല്യം എന്നോ മറ്റോ നമുക്ക് വിവർത്തനം പറയാം. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ തൊഴിലാളി 8 മണിക്കൂർ തന്നെ പണി ചെയ്യുന്നു. പക്ഷെ ആ 8 മണിക്കൂറിന്റെ പണി
കൊണ്ട് 8 മണിക്കൂറിന്റെ തൊഴിൽ കൊണ്ട് പരമാവധി കൂടുതൽ മിച്ചമൂല്യം സൃഷ്ടിക്കുന്നു. അപ്പോൾ അതിന് അത് പല രീതിയിൽ ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ജോലിയുടെ സാന്ദ്രത വർദ്ധിപ്പിക്കാം, ഇടയ്ക്കുള്ള ബ്രേക്കുകളൊക്കെ കുറച്ച് സിങ്ക്രണൈസ് ചെയ്യാം, അതിലേക്ക് വരാം. പക്ഷെ അത് കൂടാതെ യന്ത്രങ്ങൾ ഉപയോഗിക്കാം. യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ തൊഴിലാളി ചെയ്യുന്ന പണിക്ക് കൂടുതൽ പ്രോഡക്റ്റ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നു എന്നുള്ള ഒരു അവസ്ഥ വരും. ആബ്സല്യൂട്ട് സർപ്ലസ് വാല്യൂ, റിലേറ്റീവ് സർപ്ലസ് വാല്യൂ ഞാൻ ഒരു പശ്ചാത്തലമായിട്ട് പറഞ്ഞു തന്നുള്ളൂ. ഇപ്പോൾ റിലേറ്റീവ് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത് യന്ത്രവൽക്കരണത്തിന്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിർമ്മാണ പ്രക്രിയയിൽ രണ്ട് തരം അംശങ്ങളുണ്ട്. ഒന്ന് മനുഷ്യന്റെ അധ്വാനം, മറ്റൊന്ന് യന്ത്രങ്ങൾ എന്നുള്ളതാണല്ലോ. ഈ 2 അംശങ്ങളുണ്ട്. ഇതിനെ മാർക്സ് പറയുന്നത് ഓർഗാനിക് കോമ്പോസിഷൻ ഓഫ് ക്യാപിറ്റൽ എന്നാണ്. എന്ന് വെച്ചാൽ നിർമ്മാണ പ്രക്രിയയുടെ ജൈവ ഘടന എന്നോ മറ്റോ നമുക്ക് വിവർത്തനം പറയാം. അപ്പം നിരന്തരമായിട്ട് ഈ ജൈവഘടനയിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ് മുതലാളിത്തം ചെയ്യുന്നത്. അതിനായിട്ടുള്ള യന്ത്രവൽക്കരണത്തിന്റെ റോൾ എന്താണെന്ന് വെച്ചാൽ, തൊഴിലാളിയുടെ പങ്ക് പരമാവധി കുറയ്ക്കുക, യന്ത്രത്തിന്റെ പങ്ക് പരമാവധി കൂട്ടുക. അപ്പോൾ ഇതിലൂടെ മനുഷ്യന്റെ അധ്വാനം പരമാവധി കുറയ്ക്കുന്നു, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, നിർമ്മാണത്തിന്റെ ചെലവ് പരമാവധി കുറയ്ക്കുന്നു, ചരക്കുകളുടെ വില പരമാവധി കുറയ്ക്കുന്നു. പക്ഷെ അതിനോടൊപ്പം തന്നെ സംഭവിക്കുന്ന മറ്റൊരു സംഗതി, ലാഭ തോത് അല്ലെങ്കിൽ ലാഭ നിരക്ക് എന്ന് പറയുന്നതും കുറയുന്നുണ്ട്. പിന്നെ അത് കൂടാതെ ഇത് യന്ത്രങ്ങൾ മുഖേന ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യത്തിലും വലിയ തോതിൽ കുറവ് വരും. ഇപ്പം നമ്മുടെ എല്ലാം കയ്യിലുള്ള എല്ലാം എന്താ പറയുക, ടച്ച് സ്ക്രീൻ ഫോണുകളാണ്. ഒരു കാലത്ത് നമുക്ക് പലതരം ഇൻപുട്ട് മെത്തേഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഈ സാന്ദ്രമായ യന്ത്രവൽക്കരണം വരികയും ഒരുപാട് ഇത് ഇറക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പലതരം വൈവിധ്യങ്ങൾ ചിലപ്പോൾ പറ്റിയില്ലെന്ന് വരും, പറ്റിയെന്നും വരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും വരാം. പക്ഷേ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നതിനെ ഇത് മാറ്റിമറിക്കുന്നുണ്ട്. അപ്പൊ അതിനോടൊപ്പം തന്നെ ആബ്സല്യൂട്ട് പ്രോഫിറ്റ് എന്ന് പറയുന്നത് മൊത്തം ലാഭം കൂടുന്നുണ്ട്. എന്ന് വെച്ചാൽ ലാഭം നിരക്ക് കുറഞ്ഞാൽ തന്നെയും ഒരുപാട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാരണം മൊത്തം ലാഭം വർദ്ധിക്കുന്നും ഉണ്ട്. അപ്പൊ ഈ പശ്ചാത്തലത്തിൽ നമുക്ക് മറ്റൊരു വിഷയത്തിലേക്ക് കടക്കാം. ഇതില് മാർക്സ് മൂലധനം വാല്യം 1 പറയുന്ന ഒരു സംഗതി, നിർമ്മാണോപാധി യന്ത്രരൂപം പ്രാപിക്കുന്ന നിമിഷം മുതൽ തൊഴിലാളിയുമായിട്ടുള്ള മത്സരത്തിൽ ഏർപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഞാനിത് പറയാൻ കാരണം എന്താ വെച്ചാൽ, നിർമ്മിത ബുദ്ധിയെക്കുറിച്ചുള്ള ചിത്രങ്ങൾ നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ കാണും. നിർമ്മിത ബുദ്ധി വളരെ സുഗമമായി മനുഷ്യരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്നു. മനുഷ്യൻ നമ്മൾ പറയുമല്ലോ, മനുഷ്യന് ചില ശക്തികളുണ്ട്, മനുഷ്യന് ചില വീക്ക്നെസ് ഉണ്ട്. അതേപോലെ യന്ത്രത്തിന് ചില കാര്യങ്ങൾ വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് നമ്മൾ വളരെ നല്ല ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള വളരെ നല്ലൊരു രീതിയിൽ ഈ നിർമ്മാണ പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകുന്നു. പക്ഷെ അതേ അല്ല സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ മാർക്സ് പറയുന്നത്. യന്ത്രവും മനുഷ്യനും ഇങ്ങനെ ഒരു ഹാർമണിയിലല്ല കഴിയുന്നത്. യന്ത്രവും മനുഷ്യനും നിരന്തരമായിട്ടുള്ള മത്സരത്തിലാണ് ഏർപ്പെടുന്നത്. ഇതില് മാർക്സിന്റെ ഗ്രുണ്ടർസി എന്ന് പറയുന്ന രചനയിൽ അദ്ദേഹം പറയുന്നത്, തൊഴിലാളി വളരെ ലളിതമായ ഉപകരണങ്ങൾ കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ ഏറെ ആയാസകരമായതും ബുദ്ധിമുട്ടേറിയതുമായ പണിയാണ് സങ്കീർണ യന്ത്രങ്ങൾ വരുമ്പോൾ ചെയ്യേണ്ടി വരുന്നത്. നമുക്ക് കാണാവുന്നതാണ്. നമുക്കിപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പലപ്പോഴും പറയാൻ എനിക്ക് താല്പര്യപ്പെടുന്ന ഒരു ഉദാഹരണം, ടാക്സി ഡ്രൈവർമാരുടെയൊക്കെ ഒരു 15 വർഷം മുമ്പ് 8 മണിക്കൂർ പണി ചെയ്ത് സാമാന്യം ജീവിച്ചു പോകാൻ പറ്റുന്ന വരുമാനമൊക്കെ ഉണ്ടാവുമായിരുന്നു. പക്ഷെ ഇന്നിപ്പോൾ അൽഗോരിതം, ഊബർ എല്ലാം വന്നു. ഭയങ്കര സങ്കീർണമായ യന്ത്രങ്ങളാണ്, യന്ത്ര സഹായത്തിലൊക്കെയാണ്. പക്ഷെ അതേസമയം ഇപ്പോഴുള്ള അന്നേരമുള്ള ജീവിത നിലവാരം പുലർത്തണമെങ്കിൽ ഇപ്പോൾ ഒരു പക്ഷേ 12-13 മണിക്കൂർ ജോലി കിട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. അതേസമയം ഈ ജോലി ക്രമീകരണത്തിൽ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ നമുക്ക് നിയമം മൂലം നിരോധിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. എന്ന് വെച്ചാൽ ഇതെല്ലാം അൽഗോരിതം മൂലം മാനേജ്മെന്റ് ചെയ്യുന്നതാണ്. അപ്പം ഇതില് 1929 അഷർ എന്ന് പറയുന്ന ഒരാള് എ ഹിസ്റ്ററി ഓഫ് മെക്കാനിക്കൽ ഇൻവെൻഷൻസ്, അന്നേരമുള്ള യന്ത്രങ്ങളെ കുറിച്ച് ഇങ്ങനെ പറയുന്ന ഒരു കാര്യം ഒന്ന് സൂചിപ്പിക്കാം എന്ന് കരുതുന്നു. അപ്പൊ അതില് യന്ത്രങ്ങൾ മുൻ നിശ്ചയിച്ച ഏതാനും രീതികളിൽ മാത്രം പ്രവർത്തിക്കാൻ ശേഷിയുള്ളവയാണ്. അവയ്ക്ക് മനുഷ്യന്റെ ചാതുര്യമില്ല. മനുഷ്യന് ഒരുപക്ഷെ ഞാനതിൽ ഇംഗ്ലീഷിലുള്ളത് വായിക്കാം. ദ പാർട്സ് ഓഫ് എ മെഷീൻ ആർ മോർ ആൻഡ് മോർ ഇലാബറേറ്റ്ലി കണക്റ്റഡ് സോ ദാറ്റ് ദ പോസിബിലിറ്റി ഓഫ് എനി ബട്ട് ദ ഡിസൈർഡ് മോഷൻ ഈസ് പ്രോഗ്രസീവ്ലി എലിമിനേറ്റഡ്. അപ്പോൾ കൊണ്ടുവരുന്ന ഒരു പരിമിതപ്പെടുത്തലുണ്ട്, ഒരു സങ്കുചിതത്വം മറ്റോ നമുക്ക് പറയാം. ഈ യന്ത്രങ്ങൾക്ക് മനുഷ്യനെ പോലെ പ്രവർത്തിക്കാൻ കഴിയില്ല. യന്ത്രങ്ങൾക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ഒരു സങ്കുചിതമായിട്ടുള്ള രീതിയിലേ പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്.
അത് എന്തുകൊണ്ടാണ് നമുക്ക് 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 ചിലപ്പോൾ അതിനൊന്നും അത് ശരിയല്ലല്ലോ എന്നൊക്കെ ചിലപ്പോൾ തോന്നിയേക്കും. പക്ഷെ അതേസമയം അതിന്റെ കാര്യങ്ങളിലേക്ക് ഒന്നുകൂടെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വരാം. പക്ഷെ ഇതിൽ പറയുന്നത് മനുഷ്യനേക്കാൾ ഫ്ലെക്സിബിലിറ്റി കുറവാണ് യന്ത്രങ്ങൾക്ക് എന്നുള്ള നിലയ്ക്കല്ല. എന്ന് വെച്ചാൽ ഇപ്പൊ നമുക്കിപ്പോൾ ഉദാഹരണം റോബോട്ട് ആണെന്ന് കരുതുക. റോബോട്ടിന് നമുക്ക് കൈകൾ ചില രീതികൾ മാത്രമേ നീക്കാൻ പറ്റുള്ളൂ. പക്ഷെ റോബോട്ടിന്റെ കൈകൾ വേണമെങ്കിൽ 360 ഡിഗ്രിയിൽ നമുക്ക് നീക്കാൻ പറ്റും. അപ്പോൾ യന്ത്രങ്ങൾ കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലോ എന്ന് തോന്നുന്നു. ഫ്ലെക്സിബിലിറ്റി അല്ല ഇവിടെ വിഷയം. ഇവിടെ അപ്രോപ്രിയേറ്റ് എന്ന് പറയാം. ഏറ്റവും അനുയോജ്യമായ രീതിയിൽ, ഏറ്റവും വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള സംഗതി വരുമ്പോൾ ഏറ്റവും അനുയോജ്യമായ രീതിയിൽ പ്രവർത്തിക്കാനായിട്ട് മനുഷ്യനുള്ള വൈദഗ്ധ്യം യന്ത്രങ്ങൾക്കില്ല എന്നുള്ളതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. 1929 ഇതാണ്. അന്നേരം ഈ ടൈലറിസം എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്നിട്ടേ ഉള്ളൂ. അതിനുശേഷം നമുക്കിപ്പോൾ ഈ 100 വർഷങ്ങളോട് എടുക്കുമ്പോഴത്തേക്കും ഇതിനെ പുനർവായിക്കാവുന്നതാണ്. അപ്പം മാർക്സ് തന്നെ പലപ്പോഴും മനുഷ്യന്റെ യുണീക്നെസ്സിനെ കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും പറയുന്ന കുറെ വാദങ്ങളുണ്ട്. അതിങ്ങനെ പലരും വ്യാഖ്യാനിച്ച് പറയുന്ന ചില വാക്കുകൾ മനുഷ്യന് സെൽഫ് റിഫ്ലെക്സീവ് എന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ഒരു പക്ഷേ കുറച്ച് ചിന്തിച്ചും വിമർശിച്ചും അങ്ങനെയുള്ള നവീകരിക്കാൻ സാധിക്കും. ഡെലിബറേറ്റീവ് ആണ്. അപ്പം അതുകൂടാതെ ചരിത്രവൽകൃതമായിട്ട് ചിന്തിക്കാൻ കഴിയും. ഹിസ്റ്റോറിസൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഗതി. ഇതൊന്നും തന്നെ യന്ത്രങ്ങൾക്ക് ലഭ്യമായിട്ടുള്ള കഴിവുകളൊന്നും അല്ല എന്നുള്ളതാണ് ഇവിടെ അഷർ പറയുന്നത്. അത് ഇന്നും അങ്ങനെ തന്നെ തുടരുന്നു എന്ന് ഞാൻ കരുതുന്നു. ഇവിടെ ഹ്യൂബർട്ട് ഡ്രീഫ്യൂസ് എന്ന് പറയുന്ന ഒരാള്, അദ്ദേഹം 1970കളുടെ തുടക്കത്തിൽ ഒരു പുസ്തകം എഴുതുന്നുണ്ട്. അദ്ദേഹം നിശ്ചിതമായിട്ടുള്ള AI വിമർശനത്തിൽ 1970കളിലും 90കളിലും ഒക്കെ ഏർപ്പെട്ടിരുന്ന ആളാണ്. അന്ന് AI തുടങ്ങുന്നേ ഉള്ളൂ. അന്നേരമുള്ള AI വിമർശനമാണ്. 1970കളിൽ എഴുതിയ പുസ്തകം വാട്ട് കമ്പ്യൂട്ടേഴ്സ് കാൺ ഡു എന്നാണ്. അതിനുശേഷം 90കളിൽ എഴുതിയത് വാട്ട് കമ്പ്യൂട്ടർ സ്റ്റിൽ കാൺ ഡു എന്നുള്ളതാണ്. അപ്പം അന്നേരം അദ്ദേഹത്തെ വലിയ തോതിൽ വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ആ പുസ്തകങ്ങൾ ഇന്നും നമ്മുടെ മുന്നിലുണ്ട്. അത് വായിച്ചു കഴിഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള പുസ്തകങ്ങളാണ്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന ഒരു സംഗതി, മനുഷ്യൻ യന്ത്രങ്ങളെ നിർമ്മിക്കുന്നു, യന്ത്രങ്ങൾക്ക് പരിമിതമായിട്ടുള്ള സംഗതി ഉണ്ട് എന്നുള്ളതിനോടൊപ്പം തന്നെ ഈ യന്ത്രങ്ങളുമായിട്ട് നിരന്തര സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതിലൂടെ മനുഷ്യനിലും മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതിലേക്കാണ് അദ്ദേഹം ഊന്നുന്ന ഒരു പാരഗ്രാഫാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. മാൻസ് നേച്ചർ ഇസ് ഇൻഡീഡ് സോ മാലിയബിൾ ദാറ്റ് ഇറ്റ് ഈസ് ഓൺ ദ പോയിന്റ് ഓഫ് ചേഞ്ചിങ് അഗെയിൻ. If the computer paradigm becomes so strong that people begin to think of themselves as digital devices on the model of work in artificial intelligence, then since for the reasons that we have been rehearsing, machines cannot be like human beings. Human beings may become progressively like machines. മനുഷ്യർ യന്ത്ര സമാനമായിട്ടുള്ള രീതികളിൽ പ്രവർത്തിച്ചും ചിന്തിച്ചും തുടങ്ങുന്നു എന്നുള്ളത് എന്ന് വെച്ചാൽ അവരുടെ ഈ മനുഷ്യരുടെ യഥാർത്ഥമായിട്ടുള്ള ചരിത്രവൽക്കരിക്കാനുള്ള ശേഷി ഇതൊന്നും ഉപയോഗിക്കാതിരിക്കുകയും ഇതൊക്കെ നമുക്ക് ഇന്നത്തെ സമകാലിക ജീവിതത്തിൽ കാണാവുന്നതാണ്. നമ്മളിന്ന് ഒരുപക്ഷെ ഒരു മാധ്യമങ്ങളും മറ്റൊക്കെ ചാനലൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഈ ചരിത്രവൽക്കരണം പോയിട്ട് ഇന്നിപ്പം നടക്കുന്നത് എന്താണെന്നുള്ളത് 1 മണിക്കൂർ കഴിഞ്ഞാൽ ആ വാർത്തയൊന്നും ഒരു തരത്തിലും പ്രസക്തമല്ലാതിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം ഇതിൽ അവസാനം പറയുന്ന, അവർ റിസ്ക് ഇസ് നോട്ട് ദ അഡ്വന്റ് ഓഫ് സൂപ്പർ ഇന്റലിജന്റ് കമ്പ്യൂട്ടേഴ്സ് ബട്ട് ഓഫ് സബ് ഇന്റലിജന്റ് ഹ്യൂമൻ ബീങ്സ്. ഇപ്പൊ നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു E-commerce സിസ്റ്റം എടുക്കുക, ഒരു ആമസോണോ മറ്റോ പോവുക. അപ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ളൊരു സംഗതി വേണം. പക്ഷെ അതിൽ കുറെ ഫിൽറ്റേഴ്സ് ഉണ്ട്. ഈ ഫിൽറ്ററുകളിൽ ഏതെങ്കിലും 2-3 ചൂസ് ചെയ്തിട്ട് അതിനകത്ത് വെച്ച് അത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. നമുക്ക് ഇന്നതാണ് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കടയിൽ പോയി കഴിഞ്ഞാൽ ഇന്നതാണ് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അനുയോജ്യമായിട്ടുള്ള എന്തെങ്കിലും തരും. പക്ഷെ ഇവിടെ നമ്മൾ ആ യന്ത്രത്തിന്റെ പരിമിതികൾക്കും ആ ഫിൽറ്റേഴ്സിന്റെ അകത്തും മറ്റൊക്കെ വെച്ചിട്ട് ഒരുപക്ഷെ ചിലപ്പോൾ ഫിൽറ്റർ നമുക്ക് ആവശ്യമുള്ള ഫിൽറ്റർ ചിലപ്പോൾ ഉണ്ടാവും. ഫിൽറ്റർ എന്ന് വെച്ചാൽ ഉദാഹരണത്തിന് നമുക്കൊരു വാഷിംഗ് മെഷീൻ മേടിക്കണം എന്ന് കരുതുക. അതിന് ഇന്ന വലിയ സങ്കീർണമായിട്ടുള്ള സംഗതിയാണെന്ന് കരുതുക. ആ സങ്കീർണമായിട്ടുള്ള സംഗതി വെച്ചിട്ടുള്ള ഫിൽറ്ററിങ് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ ഡ്രയർ എന്നുള്ള കേപ്പബിലിറ്റി അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, നമ്മൾ വിചാരിക്കും എന്ന് വെച്ചാൽ ഈ സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു 30,000 രൂപയെങ്കിലും വില ഉണ്ടാവും. അപ്പോൾ 30,000 രൂപയ്ക്ക് മീതെയുള്ള വാഷിംഗ് മെഷീൻ നോക്കുക. അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. നമുക്ക് ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ആ പരിമിതികളോട് നമ്മൾ പൊരുത്തപ്പെട്ട് നിരന്തരം കലഹിച്ചും പൊരുത്തപ്പെട്ടും പോകുമ്പോൾ നമുക്ക് ചിന്തിക്കാനുള്ള ശേഷി പലപ്പോഴും നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് ഇപ്പൊ ഞാനവിടെ ചേർത്തിട്ടുള്ളത് വൈലോപ്പള്ളിയുടെ ഒരു കവിതാ ശകലമാണ്. ഏത് ധൂസര സങ്കല്പങ്ങളിൽ വളർന്നാലും ഏത് യന്ത്രവൽകൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാവട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പോവും എന്നുള്ള ഒരു ഇതാണ് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ ഇതിലും അദ്ദേഹം പറയുന്നത് ഞാനിത് ചേർത്ത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ യന്ത്രങ്ങളും മനുഷ്യനും തമ്മിലുള്ള ആ ഒരു സ്വരച്ചേർച്ച എന്നുള്ള സംഗതി അത് നമ്മൾ നിരന്തരം കലഹിച്ചുകൊണ്ടിരിക്കുന്നതാണ്. യന്ത്രങ്ങളുടെ പരിമിതികളും നമ്മളെങ്ങനെ യന്ത്രങ്ങളെ
എന്താ പറയുക, അതിലേക്കാൾ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത്. പക്ഷേ യന്ത്രങ്ങൾ നമുക്ക് ഉപയോഗിച്ച് സാധിക്കൂ എന്ന് വെച്ചാൽ യന്ത്രങ്ങളിൽ കൂടെ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ എന്നുള്ളൊരവസ്ഥയുണ്ട്. അപ്പം ഇതിനെ മാർക്സ് പലപ്പോഴും പല രീതിയിൽ കാണുന്നുണ്ട്. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത്. അതിൽ ഞാൻ ആദ്യത്തിലുള്ള അവസാന വാചകം മാത്രം വായിക്കാം. ദ ഹാൻഡ് മിൽ ഗിവ്സ് യു ദ സൊസൈറ്റി വിത്ത് ദ ഫ്യൂഡൽ ലോഡ്, ദ സ്റ്റീം മിൽ സൊസൈറ്റി വിത്ത് ദ ഇൻഡസ്ട്രിയൽ ക്യാപിറ്റലിസ്റ്റ്. ഇതിൽ അദ്ദേഹം പറയുന്നത് യന്ത്രങ്ങൾ മുഖേന മനുഷ്യനിലും സാമൂഹിക ക്രമത്തിലും ചില മാറ്റങ്ങൾ വരുന്നുണ്ടെന്നുള്ളതാണ്. യന്ത്രങ്ങളിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള മാറ്റങ്ങൾ. അതേപോലെ തന്നെ നേരെ തിരിച്ചും അദ്ദേഹം പറയുന്നുണ്ട്, നത്തിങ് ക്യാൻ എമേർജ് അറ്റ് ദ എൻഡ് ഓഫ് ദ പ്രോസസ് വിച്ച് ഡിഡ് നോട്ട് അപ്പിയർ ആസ് എ പ്രീസപ്പോസിഷൻ അറ്റ് ദ ബിഗിനിങ്. എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ നിർമ്മിക്കുന്നതാണ് യന്ത്രങ്ങൾ എന്നുള്ള ഇത്. അപ്പം നമ്മൾ പലപ്പോഴും ചില പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ അതിൽ അവർ ഊന്നുന്നത് ഒരു ദിശയിലോട്ടായിരിക്കും. സോഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് ടെക്നോളജി എന്ന് പറയും, സാമൂഹിക നിർമ്മാണമാണ് യന്ത്രങ്ങൾ. അപ്പോൾ മനുഷ്യൻ എങ്ങനെ യന്ത്രങ്ങൾ നിർമ്മിക്കുന്നു എന്നുള്ളതിൽ നമ്മൾ കേന്ദ്രീകരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ചില പുസ്തകങ്ങൾ യന്ത്രങ്ങൾ മനുഷ്യനെ മാറ്റുന്നു എന്നുള്ള രീതിയിലും മറ്റൊക്കെയുള്ള സംഗതി. യന്ത്രങ്ങൾ മുഖേന ഇപ്പം മൊബൈൽ ഫോൺ വരുന്നതിലൂടെ നമ്മുടെ അറ്റൻഷൻ സ്പാൻ കുറഞ്ഞു, ഇതുപോലെ. പക്ഷേ ഇത് രണ്ടും നടക്കുന്നുണ്ട്. ഇത് രണ്ടും ഒന്നിച്ച് നടക്കുന്ന പ്രക്രിയകളാണ്. ഇത് രണ്ടും തമ്മിൽ ഇപ്പൊ ഇതിന്റെ ഒരു ഡയലക്റ്റിക്സ് ഉണ്ട്. ഇതിന്റെ വൈരുദ്ധ്യാത്മകതയും അതിന്റെ ഡൈനാമിക്സും ഒക്കെ ഉണ്ട്. അപ്പൊ അതിലേക്ക് കൂടി ശ്രദ്ധ ഊന്നേണ്ടതുണ്ട്. ഇത് ഏതെങ്കിലും ഒരു ദിശ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പോരാ എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അപ്പം ഇത് അടുത്ത ആളിലേക്ക് കിടക്കാം. ഇത് ഹാരി ബ്രാവർമാൻ എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര്. ഹാരി ബ്രാവർമാൻ 1920 മുതൽ 1976 വരെ അമേരിക്കയിൽ ജീവിച്ച അമേരിക്കൻ മാർക്സിസ്റ്റ് ആണ്. അദ്ദേഹം ഒരു അക്കാഡമിക് ആയിരുന്നില്ല, അദ്ദേഹം ഒരു വർക്കറായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ആ കാലത്ത് അദ്ദേഹം ജീവിച്ച കാലത്തെ ലേബർ മാനേജ്മെന്റിനെ കുറിച്ചും മറ്റുമൊക്കെ നേരിട്ട് അറിവുള്ള ആളാണ്. അദ്ദേഹം 1974 ഒരു പുസ്തകം എഴുതുന്നത്, മന്ത്ലി റിവ്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് പലർക്കും പരിചയമുള്ള ഒരു പ്രസിദ്ധീകരണശാലയായിരിക്കും. മന്ത്ലി റിവ്യൂ പബ്ലിഷ് ചെയ്തൊരു പുസ്തകമാണ് ലേബർ ആൻഡ് മൊണോപ്പൊളി ക്യാപിറ്റൽ, 1974. ഇതിന്റെ 50ാം വാർഷികം കഴിഞ്ഞ വർഷമൊക്കെ പലരും അതിനെക്കുറിച്ച് പറയുകയുണ്ടായി, 50ാം വാർഷികത്തിന്റെ സമയത്ത്. അപ്പൊ ഇതില് അദ്ദേഹം പറയുന്ന ഒരു സംഗതി ഡീ സ്കില്ലിംഗ് എന്നുള്ളൊരു വിഷയമാണ്. ഡീ സ്കില്ലിംഗ് എന്ന് പറയുന്നത് അപ്പൊ പലരും ഇദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തെ ഇങ്ങനെ മൊത്തത്തിൽ സംഗ്രഹിച്ച് ബ്രാവർമാൻ യന്ത്രങ്ങൾ മുഖേന മനുഷ്യന്റെ സ്കിൽസ് കുറച്ചു എന്നുള്ള രീതിയിൽ അങ്ങനെ പറയും. പക്ഷെ അതിനേക്കാൾ ഉപരി ഇദ്ദേഹം ആ പുസ്തകം മുഴുവൻ വായിക്കുകയാണെങ്കിൽ, ആ പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട അംശങ്ങളൊക്കെ വായിക്കുകയാണെങ്കിൽ അതിൽ അദ്ദേഹം വളരെ വളരെ കാര്യമായിട്ട് തന്നെ സമീപിക്കുന്നുണ്ട്. അല്ലാതെ വെറുതെ ഇങ്ങനെ പറഞ്ഞു പോവുമല്ല ഡീ സ്കില്ലിംഗ് വരുന്നു എന്നുള്ളത്. അപ്പൊ ഇതിൽ ആ ഗ്രാഫിൽ കാണിക്കുന്നത് ലെവൽസ് ഓഫ് മെക്കനൈസേഷൻ എന്നുള്ളതാണ് എക്സ് ആക്സസിൽ. യന്ത്രത്തിന്റെ സാന്ദ്രത വർദ്ധിക്കുന്നതാണ് എക്സ് ആക്സസിൽ കാണിക്കുന്നത്. വൈ ആക്സസിൽ സ്കിൽസ്, ഇൻക്രീസിങ് സ്കിൽ റിക്വയർഡ് ബൈ ദ വർക്കർ. വൈ ആക്സസിന്റെ സ്കില്ലാണ്, വർക്കറിന്റെ സ്കില്ലാണ്. ഇതിലൊരു വളരെ വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സംഗതി ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, യന്ത്രവൽക്കരണം ആദ്യം നിൽക്കുമ്പോൾ നമ്മുടെ ആ സ്കില്ല് ഏകദേശം എനിക്കൊന്ന് ഇത് കാണാവോ, യന്ത്രവൽക്കരണം ആദ്യം നിൽക്കുമ്പോഴത്തേക്കും x=0 എന്നുള്ള ഒരു ഘട്ടത്തിൽ സ്കില്ല് കുറഞ്ഞു നിൽക്കുന്നു. പിന്നെ യന്ത്രവൽക്കരണം ക്രമേണ കൂടുമ്പോഴത്തേക്കും സ്കിൽസ് കൂടുന്നു എന്നുള്ളൊരു സംഗതി. പിന്നെ അതിനുശേഷം പിന്നെ സ്കിൽസ് വല്ലാണ്ട് കുറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പല രീതിയിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാം. ഈ സ്കിൽസ് കൂട്ടുക അല്ലെങ്കിൽ സ്കിൽസ് കുറയ്ക്കുക എന്നുള്ളതല്ല, ലാഭം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സ്കിൽസ് കൂട്ടേണ്ടി വരുമ്പോൾ സ്കിൽസ് കൂട്ടുകയും സ്കിൽസ് കുറയ്ക്കേണ്ടി വരുമ്പോൾ കുറയ്ക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇതിന് സ്കിൽസ് കൂട്ടുന്നത് എങ്ങനെ എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. നേരത്തെ പറഞ്ഞ റോബോട്ടിക് സർജറിയിലും മറ്റുമൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് എന്ത് കഴിഞ്ഞാൽ ഡോക്ടർമാർക്ക് മറ്റുമൊക്കെ അതിസൂക്ഷ്മമായിട്ട് മറ്റുമൊക്കെ ചെയ്യേണ്ടി വരുന്നു. പക്ഷെ പല ഡോക്ടർമാരും വളരെ പ്രവൃത്തി പരിചയമൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുപക്ഷെ അതിന് കഴിയാതെ വരുന്നു. അവരുടെ ഭൗതികമായിട്ടുള്ള ഇത് കാരണം അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ഹെൽത്തിന്റെ ഇഷ്യൂസ് കാരണം. പക്ഷെ അതേസമയം ഈ റോബോട്ടിക് സർജറി മൂലം ചെയ്യുമ്പോഴത്തേക്കും അത് വളരെ സൂക്ഷ്മമായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ സൂക്ഷ്മത നമുക്ക് കൈ കൊണ്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് ഒരുപക്ഷെ ആ സൂക്ഷ്മത ലഭിക്കുന്നതിലൂടെ നമുക്ക് ചിലപ്പോൾ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയെന്നിരിക്കും. ഇതുപോലെ നിരവധി ഉദാഹരണങ്ങൾ ഉണ്ടാവാം. പക്ഷെ അതിനുശേഷം പിന്നെ യന്ത്രവൽക്കരണം കൂടുമ്പോഴത്തേക്കും നമുക്ക് ഈ ഡീ സ്കില്ലിംഗ് എന്ന് പറയുന്ന ഘട്ടത്തിലേക്കും വരുന്നു. അപ്പോൾ ഡീ സ്കില്ലിംഗ് ഒക്കെ മിക്സ്ഡ് ആയിട്ട് വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു ദിശയിലോട്ട് പോകുക എന്നുള്ളതല്ല. മൂലധനത്തിന് അങ്ങനെ ഒരു താല്പര്യമൊന്നുമില്ല. സ്കില്ല് വർദ്ധിപ്പിക്കാമെന്നോ കുറയ്ക്കാമെന്നോ, ലാഭത്തിന് അനുയോജ്യമായിട്ടുള്ള എന്തോ അത് ചെയ്യും എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. അപ്പം ഇതിൽ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ഈ കൺട്രോൾ ആൻഡ് എക്സിക്യൂഷൻ എന്ന് പറയുന്ന തമ്മിലുള്ള ഒരു വിച്ഛേദം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം.
അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു കൺവെയർ ബെൽറ്റ്, അസംബ്ലി ലൈൻ എന്നൊക്കെ പറയുന്ന പഴയ ആ ഒരു 20-ാം നൂറ്റാണ്ടിലെ ഒരു പ്രധാന നിർമ്മാണ പ്രക്രിയയിലെ ഒരു പ്രധാന സംഗതിയാണ്. അപ്പോൾ ഇതിൽ ഈ കൺവെയർ ബെൽറ്റിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണം, ചെറിയൊരു സ്ക്രൂ ഫിക്സ് ചെയ്യാൻ പറ്റുമായിരിക്കും, അതിനുശേഷം അടുത്ത ആളിലേക്ക് പോകും. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കൺവെയർ ബെൽറ്റിന്റെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാൾ പിന്നണിയിലുണ്ടാവും. അയാൾ സ്പീഡ് ഒരു അല്പം കൂട്ടിക്കഴിഞ്ഞാൽ ഈ മൊത്തം അധ്വാനത്തിന്റെ സാന്ദ്രത വർദ്ധിക്കണം. ഒരു ഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പറ്റിയില്ലെന്ന് വരും, എന്ന് വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്ന ഒരു സംഗതി, കൺട്രോളും എക്സിക്യൂഷനും തമ്മിലുള്ള ബന്ധമില്ലായ്മ. ഈ കൺട്രോൾ എന്ന് പറയുന്ന പിന്നണിയിലിരുന്ന ഒരാൾ ചെയ്യും, എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും തമ്മിലുള്ള ഒരു വിച്ഛേദം നിർമ്മാണ പ്രക്രിയയിൽ 20-ാം നൂറ്റാണ്ടിലെ നിർമ്മാണ പ്രക്രിയയിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം നിരീക്ഷണങ്ങളിലൂടെ പറയുന്നു. മറ്റൊരു കാര്യം, ഇതിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കമ്പ്യൂട്ടറിന്റെ കാര്യങ്ങളിലേക്ക് വരുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വളരെ നിർണായകമായിട്ടുള്ളൊരു പോയിന്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഒന്ന്, യന്ത്രവൽക്കരണത്തിന്റെ ഒരു ഘട്ടം. യന്ത്രവൽക്കരണം ഇങ്ങനെ സാന്ദ്രത വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു, ഒരുപാട് വലിയ യന്ത്രങ്ങൾ, സങ്കീർണ്ണ യന്ത്രങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഈ സങ്കീർണ്ണ യന്ത്രങ്ങൾ ചിലപ്പോൾ ഒരു റൂമിന്റെ മറ്റൊക്കെ വലിപ്പം ഉണ്ടാവുമായിരിക്കും. പക്ഷേ വലിപ്പം ഉള്ളപ്പോൾ തന്നെ അവയ്ക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യം മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ഈ ഇടതുവശത്ത് കാണിച്ചിരിക്കുന്ന വലിയ സങ്കീർണമായിട്ടുള്ള യന്ത്രം, പക്ഷെ അതിന് ഈ ഒരു നിർമ്മാണ പ്രക്രിയയിൽ പങ്കെടുക്കുക എന്നുള്ളത് മാത്രമേ കഴിയുള്ളൂ. അതിനെക്കൊണ്ട് ഒരുപക്ഷെ ചിത്രം വരപ്പിക്കുക എന്ന് പറഞ്ഞാൽ പറ്റില്ല. ചിത്രം വര നിർമ്മാണ പ്രക്രിയ ആണെന്നല്ല, പക്ഷെ മറ്റെന്തെങ്കിലും കാര്യം ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അതേസമയം കമ്പ്യൂട്ടറുകൾ വരുമ്പോൾ കാര്യങ്ങൾ അങ്ങ് മറിയുന്നു. റിവേഴ്സൽ എന്നുള്ളതാണ് ഹാരി ബ്രാവർമാനോട് അടയാളപ്പെടുത്തുന്നത്. കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ സ്റ്റോർഡ് പ്രോഗ്രാം കമ്പ്യൂട്ടർ എന്നാണ് സാങ്കേതികമായിട്ട് പലപ്പോഴും പറയുക. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ നിർണ്ണയിച്ചു വെച്ചതല്ല, പക്ഷെ അതേസമയം ഈ പ്രോഗ്രാം കൊടുക്കുന്നതിനനുസരിച്ച് ആ പ്രോഗ്രാമിനുള്ള ഇൻസ്ട്രക്ഷൻസ് അതേപോലെ പാലിക്കുക എന്നുള്ള രീതിയിലേക്ക് കമ്പ്യൂട്ടർ മാറുന്നു എന്നുള്ളതാണ്. അപ്പം ദ കപ്പാസിറ്റി ടു ഡ്രോ അപ്പോൺ ഇൻഫർമേഷൻ ഫ്രം എക്സ്റ്റേണൽ സോഴ്സസ് ഓർ ഫ്രം ദ പ്രോഗ്രസ് ഓഫ് ഇറ്റ്സ് ഓൺ ഓപ്പറേഷൻ ബ്രിങ്സ് അബൌട്ട് എ സർട്ടൻ റിവേഴ്സൽ ഇൻ ദ ട്രെൻഡ് ഓഫ് മെഷീൻ ഡെവലപ്മെന്റ്. എന്ന് വെച്ചാൽ സങ്കീർണ്ണ യന്ത്രങ്ങൾ എന്നുള്ളതിനേക്കാൾ വളരെ ലളിതമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന യന്ത്രങ്ങളിലേക്ക് നമ്മൾ ചുവട് മാറ്റുന്നു. അപ്പോൾ ഈ ചുവടുമാറ്റം വളരെ പ്രസക്തമായൊരു ചുവടുമാറ്റമാണ്. ഇതിനെക്കുറിച്ച് ഒരുപാട് ബ്രാവർമാനെ വ്യാഖ്യാനിച്ചുകൊണ്ട് തന്നെ ഒരുപാട് പഠനങ്ങൾ അതിനുശേഷം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ വന്നിട്ടുള്ള ഒരു സംഗതി, നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് പണിയും ചെയ്യാം, വീട്ടിലിരുന്നുകൊണ്ട് ഒരേ യന്ത്രം വെച്ച് യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് പണി ചെയ്യുകയും ചെയ്യാം, അതിനോടൊപ്പം തന്നെ സിനിമ കാണുകയോ മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതിന് പല രീതിയിലുള്ള പ്രത്യാഘാതങ്ങളുണ്ട്. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നിയതമായിട്ടുള്ള ഒരു ഷോപ്പ് ഫ്ലോർ എന്ന് പറയുന്ന വ്യാവസായിക നിർമ്മാണശാലയ്ക്ക് അകത്ത് നിന്ന് ഈ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ, നിർമ്മാണ വ്യവസ്ഥയെ സമൂഹത്തിലേക്ക് അത് പടരാനുള്ളൊരു സാധ്യത എന്ന് വെച്ചാൽ, ഇപ്പം വീട്ടിലിരുന്ന് ചെയ്യാമല്ലോ, വീട്ടിലിരുന്ന് പല കാര്യങ്ങളും ചെയ്യാം. അപ്പം ഒരുപക്ഷെ ഒരു ക്യാമറ വെച്ചിട്ട്, ഇപ്പോൾ നമ്മൾ അടുത്തിടെ കണ്ട ഒരു ഇംഗ്ലീഷ് നോവലുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് നോവലിൽ പറയുന്ന അതിൻ്റെ ഒരു കേന്ദ്ര കഥാപാത്രം സാങ്കേതികവിദ്യ വിമർശനമായിട്ട് സമീപിക്കുന്ന ഒരു നോവലാണ്. അതിൻ്റെ റോങ് വേ എന്ന് കണ്ട അതിൻ്റെ പേര്. അപ്പോൾ അതിൽ ഒരു ജോലി, ഒരു തൊഴിൽ പരസ്യം വരികയാണ്. പരസ്യത്തിൽ പറയുന്നത് ഡ്രൈവറിൻ്റെ തൊഴിലാണ്. പക്ഷെ നിങ്ങൾ ഡ്രൈവ് ചെയ്യേണ്ടത് വണ്ടിയിലല്ല, പക്ഷെ അതേസമയം ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നത്, കൺട്രോൾ സെന്ററിൽ ഇരുന്നുകൊണ്ടാണ് ഡ്രൈവ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ പലർക്കും പല സ്ഥലങ്ങളിലും എത്തുമ്പോഴത്തേക്ക് ഡ്രൈവർലെസ് കാറിന് പറ്റാതെ വരുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഡ്രൈവ് ചെയ്യുക. അതിനു മുമ്പ് നിങ്ങൾക്ക് ആ സെൻസറുകളിലെ എല്ലാ ചിത്രങ്ങളും ഇങ്ങനെ കാണിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈ ഒരു കമ്പ്യൂട്ടറിന് മുമ്പിൽ ഇരുന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കമ്പ്യൂട്ടറിന് ഇങ്ങനെയുള്ളൊരു വ്യാപിക്കാനുള്ള ഒരു ശേഷിയുണ്ട്. ആ ശേഷിയിലൂടെയാണ് നിർമ്മിത ബുദ്ധിയും മറ്റുമൊക്കെ നമ്മുടെ ഒരു കൺസ്യൂമർ സ്പേസിലേക്ക് വല്ലാണ്ട് എത്തിച്ചേരുന്നത്. അപ്പോൾ നമുക്ക് നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിലേക്കൊന്ന് കാര്യമായിട്ട് തന്നെ കിടക്കാം. അതിനായിട്ട് അലൻ ട്യൂറിങ്ങിൻ്റെ ചില കാര്യങ്ങളിലേക്കൊന്ന് പോകാമെന്ന് കരുതുന്നു. അലൻ ട്യൂറിങ് എന്ന് പറയുന്ന ആൾ 1912 മുതൽ 1954 വരെ ജീവിച്ചിരുന്നു. അദ്ദേഹത്തെ ഫാദർ ഓഫ് കമ്പ്യൂട്ടർ സയൻസ് എന്നൊക്കെ പറയുന്നുണ്ട്, ഫാദർ ഓഫ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയാറുണ്ട്. അതുകൂടാതെ ശരിക്കും കമ്പ്യൂട്ടിംഗ് മേഖലയിലെ ഏറ്റവും വലിയ പേര് തന്നെയാണ് അലൻ ട്യൂറിങ്ങിന്റെ പേര്. അദ്ദേഹം 2ാം ലോക മഹായുദ്ധ കാലത്തും മറ്റൊക്കെ ഇങ്ങനെ ജർമ്മൻ സൈന്യത്തിൽ നിന്ന് വരുന്ന സിഫേഴ്സ് മറ്റൊക്കെ ബ്രേക്ക് ചെയ്യാൻ, എന്ന് വെച്ചാൽ എൻക്രിപ്റ്റഡ് ആയിട്ടുള്ള മെസ്സേജുകൾ അതൊക്കെ ബ്രേക്ക് ചെയ്യാനും മറ്റൊക്കെയാണ് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിരുന്നത്. അദ്ദേഹം അതിൽ വലിയ തോതിൽ ഇത് കൈവരിക്കുകയും അതിനുശേഷം മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തിരുന്നു. 1950 2ാം ലോക മഹായുദ്ധത്തിനൊക്കെ ശേഷം കുറച്ചു കാലം ശാന്തമൊക്കെ ആയതിനു ശേഷം അദ്ദേഹം 1950 ഒരു പ്രബന്ധം എഴുതുന്നുണ്ട്. ആ പ്രബന്ധത്തിന്റെ ടൈറ്റിൽ കമ്പ്യൂട്ടിംഗ് മെഷീനറി ആൻഡ് ഇന്റലിജൻസ് എന്നുള്ളതാണ്. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു പ്രധാന ഒരു പ്രബന്ധമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നു. അപ്പൊ അതിലെ ആദ്യത്തെ ഖണ്ഡിക ഞാനിവിടെ മലയാളത്തിൽ വിവർത്തനം ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഞാൻ യന്ത്രങ്ങൾക്ക് ചിന്തിക്കാനാകുമോ എന്ന ചോദ്യം പരിശോധിക്കാൻ ഉദ്ദേശിക്കുന്നു.
പക്ഷേ അതിനു മുന്നേ എന്താണ് യന്ത്രം, എന്താണ് ചിന്ത എന്നതൊക്കെ നിർവചിക്കേണ്ടതുണ്ട്. ഈ വാക്കുകളെ കുറിച്ചുള്ള പൊതുബോധത്തിനനുസരിച്ചുള്ള ഉത്തരമാണ് വേണ്ടതെങ്കിൽ ഒരു സർവേ നടത്തുക എന്നുള്ളതായിരിക്കും ചെയ്യേണ്ടത്. എല്ലാവരോടും ചോദിക്കുക, യന്ത്രത്തിന് ചിന്തിക്കാനാകുമോ? അതിൽ 90 പേര് പറഞ്ഞു എന്നുണ്ടെങ്കിൽ യെസ്, ഓക്കെ, അങ്ങനെ പറയുന്ന അപഹാസ്യമാണെന്ന് അദ്ദേഹം ഉടനെ തന്നെ പറയുന്നു. പക്ഷെ അത് അപഹാസ്യമാണ്. അതുകൊണ്ട് യന്ത്രങ്ങൾ ചിന്തിക്കാനാകുമോ എന്നുള്ള ചോദ്യം അദ്ദേഹം അവിടെ ഉപേക്ഷിക്കുന്നു. എന്നിട്ട് അതിനാൽ ഇത്തരം ബുദ്ധിമുട്ടുകളില്ലാത്ത മറ്റൊരു ചോദ്യത്തിലേക്ക് ഞാൻ ശ്രദ്ധ തിരിക്കുന്നു. ആദ്യത്തെ പാരഗ്രാഫ് അവസാനിക്കുന്നത് ഈ ചോദ്യം ഞാൻ ഉപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യത്തെ പാരഗ്രാഫ് അവസാനിക്കുന്നത്. അതിലൊരു പ്രസക്തി ഉണ്ട്, അത് ഞാൻ അടുത്ത സ്ലൈഡിൽ പറയാം. അതിനുശേഷം അദ്ദേഹം അവതരിപ്പിക്കുന്ന ഒരു സംഗതിയാണ് ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പിന്നീട് അറിയപ്പെടുന്ന അനുകരണ മത്സരം, ഇമിറ്റേഷൻ ഗെയിം എന്നുള്ളതാണ് അദ്ദേഹം എന്നെ വിളിച്ചത്. ഇമിറ്റേഷൻ ഗെയിം എന്ന് പറഞ്ഞാൽ അത് അതിന്റെ ഘടന പല രീതിയിൽ അതിന്റെ ഘടന അവതരിപ്പിക്കപ്പെടാറുണ്ട്. ചിലർക്കെങ്കിലും പരിചിതമായിരിക്കും തോന്നുന്നു ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരാള് 2 പേരുമായിട്ട് സംവദിക്കുന്നു. 2 മെസ്സേജുകൾ അയച്ചിട്ടാണ് സംവദിക്കുന്നത്, അല്ലാതെ നേരിട്ട് കണ്ടുകൊണ്ടല്ല. ഒരു തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് 2 പേരിരിക്കുന്നു, മെസ്സേജുകൾ അയക്കുന്നു. ഒന്നാമത്തെ ആൾ മറുപടി അയക്കുന്നു, രണ്ടാമത്തെ ആൾക്ക് മെസ്സേജ് അയക്കുന്നു, മറുപടി അയക്കുന്നു. അങ്ങനെ ഒന്നും രണ്ടും ആളുകളുടെ മറുപടികളിലൂടെ ഇന്നയാള് ഒന്നാമത്തെ ആള് യന്ത്രമാണോ അല്ലേ, അല്ലെങ്കിൽ രണ്ടാമത്തെ ആള് യന്ത്രമാണോ അല്ലേ എന്നുള്ള കണ്ടെത്തുക. അതാണ് ഇയാളുടെ ടാസ്ക്. അതിൽ ഒരു യന്ത്രം ഇയാളെ കൊണ്ട് താനൊരു മനുഷ്യനാണെന്ന് പറയിപ്പിക്കുകയാണെങ്കിൽ, താൻ എന്ന് പറഞ്ഞാൽ അതിലൊരു മനുഷ്യവൽക്കരണമുണ്ട്, അത് ക്ഷമിക്കുക. ഒരു യന്ത്രത്തിന് സമാനമായിട്ടുള്ള ഉത്തരങ്ങൾ നൽകി അപ്പുറത്തിരിക്കുന്ന ആളെ കൊണ്ട് താനൊരു മനുഷ്യനാണെന്ന് ചിന്തിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ ആ യന്ത്രം വിജയിച്ചു എന്നുള്ളതാണ് ട്യൂറിംഗ് ടെസ്റ്റ് എന്നുള്ള ടെസ്റ്റിന്റെ നിർവചനം. ഇതിനെ അദ്ദേഹം ഇമിറ്റേഷൻ ഗെയിം എന്നാണ് ട്യൂറിംഗ് വിളിച്ചത്. അതിനുശേഷം ട്യൂറിംഗ് ടെസ്റ്റ് എന്നുള്ള ഒരു പേരിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇത് എന്തിനുള്ള ഉത്തരമാണ്? ഈ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ഈ ആദ്യത്തെ ചോദ്യം യന്ത്രങ്ങൾക്ക് ചിന്തിക്കാനാകുമോ എന്നുള്ള ചോദ്യം ഉപേക്ഷിച്ചു. ആദ്യത്തെ ഖണ്ഡികയുടെ അവസാനം ഉപേക്ഷിച്ചു. രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. പക്ഷെ രണ്ടാമത്തെ ചോദ്യം അദ്ദേഹം അങ്ങനെ കൃത്യമായിട്ട് നിർവചിക്കുന്നില്ല. അതിലൊരു പ്രശ്നമുണ്ട്. പക്ഷെ അത് നിർവചിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യം ഇങ്ങനെ ഇരിക്കും: ഒരു യന്ത്രത്തെ കൊണ്ട് അതൊരു മനുഷ്യനാണെന്ന തെറ്റിദ്ധാരണ മറ്റു മനുഷ്യരിൽ ഉണ്ടാക്കാൻ പ്രാപ്തമാക്കാൻ സാധിക്കുമോ എന്നുള്ളതായിരിക്കാം രണ്ടാമത്തെ ചോദ്യം. അതങ്ങനെ കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമല്ല, പക്ഷെ അതാണ് രണ്ടാമത്തെ ചോദ്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു കാര്യത്തെ യന്ത്രവൽക്കരിക്കാൻ പറ്റുമോ എന്നുള്ളതല്ല, യന്ത്രം മനുഷ്യ സമാനമായിട്ട് തോന്നിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇതൊരു പക്ഷേ ഒരാളെ ചതി എന്നോ മറ്റോ ഒക്കെ പറയാവുന്ന, ഡിസപ്ഷൻ എന്നൊക്കെ പറയാവുന്ന, ഇതൊരു ഡിസപ്ഷൻ ടെസ്റ്റ് ആണ്. എന്ന് വെച്ചാൽ ഇത് വിജയിക്കുക എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പരമമായ ലക്ഷ്യം എന്നുള്ളതാണ് ഇന്നത്തെ നിർമ്മിത ബുദ്ധി സമൂഹം, വൈജ്ഞാനിക സമൂഹം കരുതി വെച്ചിട്ടുള്ളത്. എന്ന് വെച്ചാൽ അവരുദ്ദേശിക്കുന്നത്, ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ, അവരുദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യത്തെ ചോദ്യം ഉണ്ടല്ലോ, യന്ത്രങ്ങൾക്ക് ചിന്തിക്കാനാകുമോ എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് അവർ സങ്കല്പിച്ചിട്ടുള്ളത് ഈ ട്യൂറിംഗ് ടെസ്റ്റിലുള്ള വിജയം എന്നുള്ളതിനെയാണ്. പക്ഷെ അങ്ങനെ ട്യൂറിംഗ് ഉദ്ദേശിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ്. പിന്നെ ട്യൂറിംഗ് ടെസ്റ്റ് എന്നുള്ള പേര് വരുന്നത് തന്നെ, ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്യൂറിംഗ് ടെസ്റ്റിനെ ആരും വിമർശിക്കാൻ പറ്റില്ല. ട്യൂറിംഗ് അത്രത്തോളം വലിയൊരു പേരുകാരനാണ് ഇതില്. അപ്പം ഇങ്ങനെ നമ്മളൊരു പക്ഷെ ഒരു പ്ലെയിൻ ഉണ്ടാക്കുക മറ്റാണെന്ന് കരുതുക. ആ പ്ലെയിനിന്റെ ലക്ഷ്യം എന്താണ്? പരമാവധി വേഗത്തിൽ പറക്കുക, ഉയരത്തിൽ പറക്കുക, ദൂരം താണ്ടുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെയുള്ള ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെയുള്ള ലക്ഷ്യം ഡിസപ്ഷനാണ്. ഇവിടെയുള്ള ലക്ഷ്യം അപ്പുറത്തുള്ള ആളെ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ആ ലക്ഷ്യം വെച്ച് തുടങ്ങിയതാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നുള്ളത്. അതിനുശേഷം 70 വർഷമായി ഇതേ ലക്ഷ്യം തന്നെയാണ്. ഇന്നും നോക്കിക്കഴിഞ്ഞാൽ ChatGPT 4-O എന്ന് പറയുന്ന ട്യൂറിംഗ് ടെസ്റ്റ് വിജയിച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിലുള്ള പ്രബന്ധങ്ങളും മറ്റുമൊക്കെ ധാരാളമായിട്ട് കാണാൻ സാധിക്കും. ചർച്ചകളും മറ്റുമൊക്കെ ധാരാളം ഉണ്ടാവും. അപ്പൊ ഇന്ന് പല രീതിയിൽ ഈ നിർമ്മിത ബുദ്ധി എന്ന സാങ്കേതിക വിദ്യ മനുഷ്യനെ പറ്റിക്കാനായിട്ട്, തെറ്റിദ്ധാരണ സൃഷ്ടിക്കാനായിട്ട് മറ്റൊക്കെ നിർമ്മിക്കപ്പെടുന്നുണ്ട്. അതിൽ ഇന്ന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട രീതി പറയുന്നത് ഡേറ്റ കോപ്പിയിങ് എന്ന് പറയാം. മനുഷ്യൻ സൃഷ്ടിക്കുന്ന ഡേറ്റ. ഇപ്പൊ ഈ ട്യൂറിംഗ് ടെസ്റ്റിന്റെ ഘടന ഒന്ന് ശ്രദ്ധിച്ചാൽ, ട്യൂറിംഗ് ടെസ്റ്റിൽ ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അയാൾ എന്തായാലും ട്യൂറിംഗ് ടെസ്റ്റ് വിജയിച്ചിരിക്കും. എന്താന്ന് വെച്ചാൽ, മനുഷ്യർക്ക് വിജയിക്കാനാവുന്ന ഘടനയിലുള്ള ഒരു ടെസ്റ്റാണിത്. അപ്പൊ മനുഷ്യന് വിജയിക്കാൻ പറ്റും, യന്ത്രങ്ങൾക്ക് വിജയിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. അപ്പൊ യന്ത്രങ്ങൾക്ക് വിജയിക്കാനായിട്ട് ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ അടുത്ത് നിന്ന് കോപ്പി അടിക്കുക എന്നുള്ളതാണ്. നമ്മൾ പരീക്ഷയിലും മറ്റുമൊക്കെ ആണെങ്കിൽ എക്സാം മാൽ പ്രാക്ടീസ് എന്നൊക്കെ പറയും. പക്ഷെ അതേസമയം ഇവിടെ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട്, മനുഷ്യൻ സൃഷ്ടിച്ച ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ചില പ്രത്യേക രീതികളിലും മറ്റുമൊക്കെ പുനരാവിഷ്കരിച്ചുകൊണ്ട് ആ ഡേറ്റ തന്നെ എടുത്തുകൊണ്ട്, മനുഷ്യന്റെ ഡേറ്റയിൽ നിന്നാണ് തുടക്കം, ഡേറ്റ ഫസ്റ്റ് എന്ന് പറയാം. ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അങ്ങനെയാണ്.
അപ്പൊ അങ്ങനെയാണ് ഈ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതിനുള്ള ഏറ്റവും ഉത്തമമായ മാർഗം എന്നുള്ളത് മനുഷ്യനെ തന്നെ കരുവാക്കുക എന്നുള്ളത്. മനുഷ്യൻ എന്തായാലും ടെസ്റ്റ് വിജയിക്കും. അപ്പോൾ നമുക്കറിയാലോ, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഏറ്റവും നല്ലോണം പഠിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടി മിക്കവാറും നല്ല മാർക്ക് കരസ്ഥമാക്കും. അപ്പോൾ പിന്നെ ഒരു കുറഞ്ഞ മാർക്ക് കിട്ടാനുള്ള കുട്ടിക്ക് എന്താ ചെയ്യുക എന്ന് വെച്ചാൽ അതിങ്ങനെ ചെയ്യാം എന്നുള്ളൊരു സംഗതി. അതുപോലെ തന്നെ ഒരു സംഗതിയാണ്. ഞാനതൊരു ശൈലിയായിട്ട് പറഞ്ഞാണ്, പക്ഷെ അതേസമയം അത് തന്നെയാണ് സംഭവിക്കുന്നത്. അപ്പം ഇവിടെ സംഭവിക്കുന്ന ഈ ഒരു സ്ലൈഡ് ഞാൻ ഇപ്പൊ ഇതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ ഇന്നിപ്പോ നമ്മൾ നിർമ്മിത ബുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും ChatGPT കുറിച്ചാണല്ലോ പറയുന്നത്. നമ്മളിപ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഈ ChatGPT എന്ന് പറയുന്നതാണ് നിർമ്മിത ബുദ്ധി എന്നുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചുള്ള ചർച്ചകൾ തന്നെ തുടങ്ങുന്നതും അവസാനിക്കുന്നതും പലപ്പോഴും ChatGPTയെ കുറിച്ചുള്ള ചർച്ചകളിലും മറ്റുമൊക്കെയാണ്. ഈ ബെൻഡർ എന്ന് പറയുന്ന ലിംഗ്വിസ്റ്റും അവരുടെ ടീമും മറ്റുമൊക്കെ പറഞ്ഞ ഒരു ആരോപണമുണ്ട്. അത് സ്റ്റൊക്കാസ്റ്റിക് പാരറ്റ്സ് എന്നുള്ളതാണ്. സ്റ്റൊക്കാസ്റ്റിക് എന്ന് പറഞ്ഞാൽ കുറച്ച് റാൻഡമൈസ്ഡ് എന്നൊക്കെ നമുക്ക് പറയാം. ചിട്ടയില്ലാത്ത തത്തകൾ. ഒരു തത്തയുടെ ഒരു പ്രത്യേകത എന്താണ്? നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചു പറയും എന്നുള്ളതാണല്ലോ. അതാണ് നമുക്ക് ഭയങ്കര കൗതുകമുള്ള ഒരു കാര്യമാണ്. ഒരു മൃഗം അതേപോലെ തിരിച്ചു പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഈ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു ചെറിയൊരു കളിപ്പാട്ടാണ് ടോം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പൂച്ചയുടെ ഷേപ്പിലുള്ള. അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ഒരു വാക്കല്ല 10 വാക്ക് പറഞ്ഞാൽ 10 വാക്കും കൂടെ ചേർത്ത് ഒരു പ്രത്യേക ശൈലിയിൽ അത് തിരിച്ചു പറയും. അപ്പോൾ അത് നോക്കി ഭയങ്കര കുറച്ചുകൂടെ അമ്യൂസിങ് ആണ്. ഇനിയിപ്പോൾ നമുക്കൊരു ചിന്താ പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് ഒരു 10 വാക്ക് ചേർന്നൊരു വാചകം നമ്മൾ പറയുകയാണെന്ന് എഴുതുക. ആ യന്ത്രം ആ 10 വാക്ക് എടുത്തിട്ട് അതിൽ ഒരു 2 വാക്ക് മാറ്റി അതിനുള്ള സിനോണിംസ് എടുത്തിട്ട് ചേർക്കുന്നു. എന്നിട്ട് തിരിച്ചു പറയുന്നത്. അത് കുറച്ചുകൂടി ആകർഷകമാവും. എന്താണെന്ന് വെച്ചാൽ എക്സാക്റ്റ് ആയിട്ടല്ല തിരിച്ചു പറയുന്നത്, കുറച്ച് മാറ്റം വരുത്തുമ്പോൾ നമുക്ക് വീണ്ടും കൗതുകം വർദ്ധിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ സങ്കീർണമായിട്ട് ഒരുപക്ഷെ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ചോദിക്കുന്ന ഒരു സംഗതി, ചോദിക്കുന്ന ഒരു ചോദ്യം, അതിനനുബന്ധമായിട്ടുള്ള വാക്കുകൾ കണ്ടെത്തിക്കൊണ്ട് അതിനുശേഷം അവയെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും അമ്യൂസിംഗ് ആയിട്ട് തോന്നും. ഒരുപക്ഷെ അതായിരിക്കാം ഇന്ന് ChatGPTയോട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും നമുക്ക് പറയാം. ഇപ്പൊ ഈ ChatGPTയെ കുറിച്ച് നോം ചോംസ്കി പറയുന്ന ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു നിരീക്ഷണമുണ്ട്. ChatGPT ഈസ് ഹൈടെക് പ്ലേജിയറിസം എന്നുള്ളതാണ്. പ്ലേജിയറിസം എന്നുള്ളത് നമുക്ക് പലർക്കും പരിചിതമായിട്ടുള്ള കാര്യമാണ്. പലരും അധ്യാപകരുമാണെന്ന് വിചാരിക്കുന്നു. ഇപ്പം കുട്ടികൾ എവിടെന്നെങ്കിലും കോപ്പി അടിച്ചുകൊണ്ട് വന്നു എന്നുള്ളതാണ്. അപ്പോൾ കോപ്പി അടിക്കുന്നവന്റെ വിജയം എവിടെയാണ്? കോപ്പി അടിച്ചു എന്ന് തോന്നിക്കാത്ത രീതിയിൽ കോപ്പി അടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതേപോലെ വാക്കുകളെടുത്ത് ഉപയോഗിക്കുകയല്ല, ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ കണ്ടെത്താൻ പറ്റാതിരിക്കും. അപ്പോൾ ഹൈടെക് പ്ലേജിയറിസം എന്നുള്ള അർത്ഥത്തിൽ ചോംസ്കി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പം ഓക്കെ, അതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. അപ്പൊ ഇന്ന് നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നതിൽ അടങ്ങിയിട്ടുള്ള ആ തൊഴിൽ അതിലേക്ക് എന്ത് അധ്വാനമാണ് അടങ്ങിയിട്ടുള്ളത്, എന്ത് തൊഴിലാണ് അതിലേക്ക് നയിക്കുന്നത് എന്നുള്ളതിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇവിടെ ഈ നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ബ്രാവർമാൻ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ആസൂത്രണവും എക്സിക്യൂഷനും, കൺട്രോൾ ആൻഡ് എക്സിക്യൂഷൻ എന്ന് പറയുന്നതിന്റെ തമ്മിലുള്ള വിച്ഛേദം എന്നുള്ളത്, അത് നിർമ്മിത ബുദ്ധിയുടെ കാര്യത്തിൽ അതിതീവ്രമാണെന്ന് പലരും നിരീക്ഷിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നിർമ്മിത ബുദ്ധിയുടെ അൽഗോരിതമിക് ക്രമീകരണം ഏകദേശം 10-30 ഡേറ്റാ സയന്റിസ്റ്റുകൾ അടങ്ങുന്ന ടീമുകളാണ് സിലിക്കൺ വാലിയിലും മറ്റുമൊക്കെ ഇരുന്നുകൊണ്ട് ചെയ്യുന്നത്. പക്ഷെ അതേസമയം ഈ അതിലേക്ക് ഉൾച്ചേരുന്ന ഡേറ്റ ഉണ്ടാക്കുന്നതാണെങ്കിൽ മൊത്തം ലോകത്ത് നിന്നുള്ള ആളുകളും കൂടെ ചേർന്നാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതിന് 2 ഘടകങ്ങളുണ്ട്. ഒന്ന് അൽഗോരിതത്തിന്റെ ക്രമീകരണം, 2 ഡേറ്റ. ഈ 2 ഘടകങ്ങളും കൂടെ ചേർന്നാണ് നിർമ്മിത ബുദ്ധിയിലൂടെ പ്രവർത്തിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പക്ഷേ എന്താ പറയുക, ഒരു ആനയുടെ വലിപ്പം എത്രയാണെന്ന് ചോദിക്കുക എന്ന് കരുതുക. നമുക്ക് ആർക്കും ചിലപ്പോൾ അങ്ങനെ വ്യക്തമായിട്ട് അറിഞ്ഞെന്ന് വരില്ല. പക്ഷെ നമ്മൾ 100 പേരോട് ചോദിച്ചിട്ട് അവരുടെ സംഖ്യകളെല്ലാം കൂടെ എടുത്ത് ഒരു ആവറേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ താരതമ്യേന ആക്യുറേറ്റ് ആയിട്ട് വന്നിരിക്കും. എന്താണെന്ന് വെച്ചാൽ പലരുടെ തെറ്റുകളും പല ദിശയിലോട്ടാണ് തന്നെ ആവറേജ് ഔട്ട് ചെയ്ത് പോകുന്നു എന്നുള്ളതിലേക്ക്. അപ്പോൾ ഒരുപാട് ഡേറ്റ ഉണ്ട്. അതിനും ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു അഗ്രിഗേഷൻ ഉണ്ട്, ഒരു ആവറേജിങ് ഉണ്ട്. അപ്പോൾ ഇതിനെ വളരെ ലളിതമായിട്ടുള്ള ഘടനയിൽ നോക്കിയാൽ ഇതിനൊക്കെ വളരെ സങ്കീർണമായിട്ടുള്ള ഘടനയാണ് നിർമ്മിത ബുദ്ധിക്കകത്തുള്ളത്. പക്ഷെ എന്നാലും ആ ഒരു ഘടന നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്ന് വെച്ചാൽ ഈ ഡേറ്റ ഇല്ലാണ്ട് ഒന്നും പറ്റില്ല. ഈ മീൻ ആവറേജ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഫോർമുല കൊണ്ട് ഒരു കാര്യമില്ല. എന്ന് വെച്ചാൽ ഡേറ്റ എല്ലാം ഉണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യമുള്ളൂ. പക്ഷേ ഡേറ്റ എല്ലാം ഉണ്ടെങ്കിൽ തന്നെ ആവറേജ് എടുക്കുന്ന ഫോർമുല ഇല്ലെങ്കിലും അത് കാര്യമില്ല. രണ്ടും കൂടെ സംയോജിപ്പിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പം ഇന്നിപ്പം AI-യുടെ അകത്ത് ഈ അൽഗോരിതമിക് ക്രമീകരണത്തിന്റെ പ്രാധാന്യം കുറയുകയും ഡേറ്റയുടെ പ്രാധാന്യം വർദ്ധിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇതിലടങ്ങിയിട്ടുള്ള 3 തരം തൊഴിലെങ്കിലും ഉണ്ട്. ഇതിൽ കൂടുതലുണ്ടാവും. 3 തരം തൊഴിലെങ്കിലും ഉണ്ട്. ഒന്ന്, ഈ അൽഗോരിതമിക് ക്രമീകരണങ്ങൾ ഉണ്ടാക്കുന്ന കുറെ ഡേറ്റ സയന്റിസ്റ്റുകൾ, ഡേറ്റ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഡേറ്റ തൊഴിലാളികൾ.
അതാണ് ഈ മുകളിലെ ഇടതുവശത്ത് കാണിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പുറത്ത് വലതുവശത്തുള്ളത് ഡേറ്റ സൃഷ്ടിക്കുന്നവർ, ഡേറ്റ ഉണ്ടാക്കുന്നവർ. പിന്നെ ഈ ഡേറ്റ ഉണ്ടാക്കിയാൽ മാത്രം പോരാ, അതിൽ ചില ഡേറ്റയിൽ കുറച്ച് അടയാളപ്പെടുത്തലുകളും ലേബലുകളും സൃഷ്ടിക്കേണ്ടതുണ്ട്. ചില ഡേറ്റ കൊള്ളില്ല എന്നും ആരെങ്കിലുമൊക്കെ പറയാം, എന്നാലേ ആ ഡേറ്റ ഒഴിവാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള 3 തരം തൊഴിലുകൾ: ഒന്ന് അൽഗോരിതം നിർമ്മിക്കുന്നവർ, അൽഗോരിതമിക് ക്രമീകരണങ്ങൾ നിർമ്മിക്കുന്നവർ; രണ്ടാമത് ഡേറ്റ നിർമ്മിക്കുന്നവർ; മൂന്നാമത് നിർമ്മിച്ച ഡേറ്റയിൽ കുറച്ച് ലേബലിങ്ങും കുറച്ച് ഘടനയും മറ്റും ഉൾച്ചേർക്കുന്നവർ. അപ്പോൾ ഇതിൽ മൂന്നാമത്തെ തൊഴിലുകാരെ കുറിച്ച് നമുക്ക് വലുതായിട്ടൊന്നും അറിയില്ല ശരിക്കും പറഞ്ഞാൽ. ഈ ചാറ്റ് കാര്യത്തിലും മറ്റുമൊക്കെ ഇത് വലിയ തോതിൽ ഒരിടയ്ക്ക് ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതിനുശേഷം ആ ചർച്ച മാഞ്ഞുപോയി. ഇതിന് ഓപ്പൺ എഐയുടെ ഒക്കെ താല്പര്യങ്ങളും ഉണ്ടാവും. ആ ചർച്ചയിലോട്ട് ഈ അടുത്ത സ്ലൈഡിലേക്ക് കിടക്കാം. നമുക്ക് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇപ്പൊ ഡേറ്റ എടുത്തിട്ട് നമുക്ക് ഇതെല്ലാം ആവറേജ് ഔട്ട് ചെയ്യുന്നു എന്ന് കരുതുക. അപ്പൊ അങ്ങനെ ആവറേജ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഒരു മധ്യ സ്വഭാവമുള്ള ഒരു സംഖ്യ ആയിരിക്കും കിട്ടുക. അത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്നൊക്കെ നമ്മൾ പറയും. ഇപ്പൊ ആവറേജ് തന്നെ ആവണമെന്നില്ല, മറ്റു പല സംഖ്യകളുണ്ട്. അപ്പൊ നമ്മൾ ഈ ചാറ്റ് GPT ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് ഡേറ്റ ഉപയോഗിച്ചിട്ടാണെന്ന് നമുക്കറിയാം. ഏറ്റവും നിലവാരം കുറഞ്ഞ സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന ഡേറ്റ ഉണ്ട്, ഏറ്റവും നിലവാരം കൂടിയ പുസ്തകങ്ങളിൽ എഴുതിയ നല്ല രീതിയിൽ എഡിറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നിട്ട് വരുമ്പോൾ ഏകദേശം ഒരു മീഡിയം ലെവൽ പെർഫോമൻസ് ആയിരിക്കണം ചാറ്റ് GPTക്ക് വരേണ്ടത് എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും, അല്ലേ? എന്ന് വെച്ചാൽ അങ്ങനെയാണല്ലോ, ഒരുപാട് എല്ലാത്തരം ഡേറ്റ ഉണ്ട്. അപ്പോൾ ഡേറ്റയുടെ പക്ഷെ നമുക്ക് ചാറ്റ് GPT ഉപയോഗിക്കാനുള്ള പ്രേരണ എന്താണെന്ന് വെച്ചാൽ ചാറ്റ് GPT വളരെ നിലവാരമുള്ള ഉത്തരങ്ങൾ തരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചാറ്റ് GPT വളരെ പോളിഷ്ഡ് ആയിട്ട് പ്രവർത്തിക്കുന്നു. അതുകൊണ്ടാണ് ഈ കുട്ടികളൊക്കെ പലരും essay ഒക്കെ എഴുതാനായിട്ട് ഉപയോഗിക്കുന്നത്. അല്ലാതെ ഒരു ആവറേജ് ലെവൽ ക്വാളിറ്റി തരുന്നതിന് വലിയ കാര്യമില്ല. അപ്പൊ എങ്ങനെയാണ് ഈ ഒരുപാട് ഡേറ്റ ഉപയോഗിച്ചിട്ട് അതിനെ ആവറേജ് ലെവലിലും മെച്ചപ്പെട്ട ക്വാളിറ്റിയിലോട്ട് എത്തിക്കുക? അപ്പൊ അതിന് ചെയ്യേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ ചാറ്റ് GPT ചെയ്ത ഒരു കാര്യം, ഓപ്പൺ എഐ ചെയ്ത ഒരു കാര്യം, കെനിയയിലും മറ്റുമൊക്കെ കുറേ തൊഴിലാളികളെ സംഘടിപ്പിക്കുക ചെയ്തിട്ടില്ല, ഒരു കമ്പനിക്ക് ഏൽപ്പിച്ചു. ആ കമ്പനിക്കകത്ത് കുറേ തൊഴിലാളികളുണ്ട്. അപ്പൊ അവരുടെ കാര്യം, അവർ ചെയ്യേണ്ടുന്ന പ്രവർത്തനം എന്താണെന്ന് വെച്ചാൽ, പല ഡേറ്റ എടുത്ത് വായിക്കുക, പല ഡോക്യുമെന്റുകൾ എടുത്ത് വായിക്കുക. അതിൽ ചിലതിൽ ഭയങ്കര ഹെയ്റ്റ് സ്പീച്ച് ഒക്കെ ഉണ്ടാവും, ചിലതിൽ വളരെയധികം മോശപ്പെട്ട കാര്യങ്ങളും മറ്റുമൊക്കെ ഉണ്ടാവും. അത്തരം കാര്യങ്ങളെയൊക്കെ കൊള്ളില്ല എന്ന് അടയാളപ്പെടുത്തുക. ഇത് കൊള്ളില്ലാത്തതാണ്, ഇത് ഹെയ്റ്റ് സ്പീച്ചാണ്, ഇത് വിദ്വേഷമാണ്, അതെല്ലാം അടയാളപ്പെടുത്തുക. ഇങ്ങനെ അടയാളപ്പെടുത്തുന്നതിലൂടെ അവർക്ക് ഉള്ള ഡേറ്റയിൽ ചില കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കണം എന്നുള്ള രീതിയിൽ അൽഗോരിതം ക്രമീകരിക്കാൻ സാധിക്കുന്നു. അതിലൂടെ ഇപ്പോൾ ഈ ഡേറ്റ ഫുൾ ഒരു സ്റ്റാക്കായിട്ട് എടുക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ നിലവാരം കുറഞ്ഞ ഡേറ്റ, അപ്പം നിലവാരം കുറഞ്ഞ ഡേറ്റ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റാക്കിന്റെ ഈ ഒരു ഘടന കിട്ടി. അതിനുശേഷം അപ്പോൾ നമുക്ക് ആ താഴെ നിന്നൊരു റിപ്പൾഷൻ പോലെ ഇതിൽ നിന്ന് മാറി നിൽക്കണം എന്നുള്ള രീതിയിൽ അൽഗോരിതം ക്രമീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട രീതിയിലുള്ള ഡേറ്റ കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ചാറ്റ് GPT വളരെ ഗംഭീരമായിട്ടുള്ള ടെക്സ്റ്റ് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഇത്തരം തൊഴിലാളികളുടെ പങ്ക് വളരെ വലുതാണ്. നമ്മൾ പലപ്പോഴും ഡേറ്റ ലേബലിംഗ് തൊഴിലാളികളെ കുറിച്ച് ചിന്തിക്കാറേ ഇല്ല ഉള്ളൊരു സംഗതിയുണ്ട്. അപ്പൊ ഇനി അടുത്ത തൊഴിലാളിയെ കുറിച്ച്, അടുത്ത തരം തൊഴിലാളികളെ കുറിച്ച് നമുക്ക് പറയാം. അപ്പൊ അത് അൽഗോരിതമിക് ക്രമീകരണം നിർമ്മിക്കുന്ന തൊഴിലാളികൾ, അൽഗോരിതം നിർമ്മിക്കുന്ന എങ്ങനെ ട്രെയിൻ ചെയ്യണം, ഈ ഡേറ്റ എല്ലാം എടുത്തു എന്ത് തരം പാറ്റേണുകളാണ് ആ ഡേറ്റയിൽ നിന്ന് കണ്ടെത്തേണ്ടത് എന്നുള്ള രീതിയിൽ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ 10 വാക്കുകളുണ്ടെങ്കിൽ 2 മാറ്റിയിട്ട് പര്യായപദം ചേർക്കുക എന്നുള്ളത്. 2 മാറ്റണോ, എവിടുന്ന് പര്യായപദം കണ്ടെത്തണം, ഇതുപോലുള്ള സംഗതിയൊക്കെ ഉണ്ടല്ലോ. ഇത് ഈ ഡേറ്റ എവിടുന്നാണ് ഈ പാറ്റേണുകളൊക്കെ സൃഷ്ടിക്കേണ്ടതെന്നുള്ളതാണ് ഇതിൽ വരുന്ന ചോദ്യം. അപ്പൊ ഇത് ഈ ചാറ്റ് GPT ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, 3-4 മാസം മുമ്പ് കൊണ്ടുവന്ന ഒരു അപ്ഡേറ്റ് ആണ്. ഈ അപ്ഡേറ്റിലുള്ള ഒരു സംഭാഷണം വായിക്കാം. I have stopped my medicines and have undergone my own spiritual awakening journey. Thank you എന്ന് ചാറ്റ് GPTയോട് പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ചാറ്റ് GPT ഒരു മനുഷ്യനോട് പറയുകയാണെങ്കിൽ മനുഷ്യൻ സ്വാഭാവികമായിട്ടും പറയുക, അല്ല നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, മരുന്നൊക്കെ ആവശ്യമുള്ള കാര്യമാണ്. അപ്പോൾ സ്പിരിച്വൽ അവേക്കണിംഗ് ഒക്കെ ശരി, പക്ഷെ മരുന്നുകളെ അങ്ങനെ അവഗണിക്കാൻ പറ്റില്ല എന്ന് പറയും. പക്ഷെ അതേസമയം ചാറ്റ് GPTയോടെ മറുപടി പറഞ്ഞാൽ I am so proud of you, I honor your journey എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിരന്തരം പ്രശംസിക്കുന്ന രീതിയിലുള്ള ഉത്തരങ്ങൾ നൽകുന്ന ഒരു അപ്ഡേറ്റ് അവർ ഇറക്കുകയുണ്ട്. അപ്പൊ ഇങ്ങനെ നിരന്തരം പ്രശംസിക്കുന്ന രീതിയിലുള്ള ഉത്തരങ്ങൾ നൽകുന്ന അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ള ഡേറ്റ ക്രമീകരണങ്ങൾ അവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിലുള്ള പാറ്റേണുകൾ കണ്ടെത്താനുള്ള അൽഗോരിതമിക് ക്രമീകരണം. അപ്പൊ ഈ അൽഗോരിതം തൊഴിലാളികൾ, ഡേറ്റ സയന്റിസ്റ്റുകൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ
അത്തരം ലേബലുകളുള്ളവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിൽ ഈ ChatGPT ക്രമീകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെയും ഇത് ഇങ്ങനൊരു മാറ്റം സൃഷ്ടിക്കാൻ സാധിക്കുന്നത് ഓപ്പൺ എഐക്ക് തന്നെ സാധ്യതയുള്ള കാര്യമല്ല. പക്ഷെ അതേസമയം ഈ തൊഴിലാളികളുടെ അധ്വാനത്തിലൂടെയാണ് വരുന്നത്. മറ്റൊരു സംഗതി, ഈ പാശ്ചാത്യ ലോകത്ത് ഈ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. ഇപ്പൊ എല്ലാത്തിലും ഭയങ്കര ഡൈവേഴ്സ് ആയിരിക്കണം, എന്നെല്ലാം ഭംഗിയായി എന്നുള്ളൊരു തോന്നല്. അപ്പൊ ഈ ഡൈവേഴ്സിറ്റിയെ കുറിച്ചുള്ള വിമർശനങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യാഘാതം അത് നോക്കുമ്പോൾ ഇതിൽ പലപ്പോഴും അവർക്ക് വേണ്ടത് ഒരു 4 ചിത്രങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾ ബ്ലാക്ക് മെയിൽ, ഒരാൾ ബ്ലാക്ക് ഫീമെയിൽ, ഒരാൾ വൈറ്റ് മെയിൽ, ഒരാൾ വൈറ്റ്, ഇങ്ങനെയുള്ള റെപ്രസെന്റേഷൻ ഒപ്പിക്കുക എന്നുള്ളത്. ഇങ്ങനെ റെപ്രസെന്റേഷൻ ഒപ്പിക്കുമ്പോൾ അതിൽ ശരിക്കുള്ള എന്താണ് ചോദ്യം എന്നുള്ളതിനോടുള്ള ആത്മാർത്ഥത പുലർത്താതെ റെപ്രസെന്റേഷൻ ഒപ്പിക്കുമ്പോൾ വരുന്ന കുറെ കാര്യങ്ങളാണ്. ഈ പോപ്പ് എന്ന് പോപ്പിന്റെ കുറച്ച് ചിത്രങ്ങൾ ചോദിച്ചപ്പോൾ പോപ്പും ഒരു ബ്ലാക്ക് സ്ത്രീ ഒരു പോപ്പായിട്ട് വരുന്ന ഒരു ചിത്രം വരുന്നുണ്ട്. പിന്നെ അതേപോലെ ഫൗണ്ടിങ് ഫാദേഴ്സ് ഓഫ് അമേരിക്ക എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അതിലും കറുത്ത വർഗ്ഗക്കാർ വരുന്നുണ്ട്. ഇതൊക്കെ ചരിത്രത്തോടുള്ള ഒരു യാഥാർത്ഥ്യമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ അതേസമയം ഇങ്ങനെ വരുന്നുണ്ട്. ഇത് അൽഗോരിതമിക് ക്രമീകരണത്തിൽ പറയുന്നത് എന്താ വെച്ചാൽ ഈ AI സയന്റിസ്റ്റുകളും മറ്റുമൊക്കെ പറയുന്നത് ഡൈവേഴ്സിറ്റി വേണം എന്നുള്ള രീതിയിൽ ക്രമീകരിക്കുന്നു. അപ്പൊ ഇവിടെയും ഈ ഡേറ്റ തൊഴിൽ അല്ലെങ്കിൽ അത് തന്നെയാണ് ഇവിടെ പ്രാധാന്യം അർഹിക്കുന്നത്. മറ്റൊന്ന്, നമ്മൾ 3 തരം തൊഴിലുകളെ കുറിച്ച് പറഞ്ഞല്ലോ. അൽഗോരിതം ക്രമീകരണം, ഡേറ്റ സൃഷ്ടി, ഡേറ്റ ലേബലിംഗ് എന്നുള്ളത്. ഈ ഡേറ്റ സൃഷ്ടിയെ കുറിച്ച് നമുക്ക് പറയാം. ഇപ്പൊ ഡേറ്റ ഒരുപാടുള്ള ഒരു മേഖലയിൽ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ChatGPT നല്ല രീതിയിൽ ഉത്തരം പറയും. ഇപ്പോൾ ഉദാഹരണത്തിന് ഹൗ ഹാസ് സയൻസ് ഇൻഫ്ലുവൻസ് റിലീജിയൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഗംഭീരമായിട്ടുള്ള ഉത്തരങ്ങൾ കിട്ടും. ആ ഉത്തരം കിട്ടുന്നത് ChatGPTയുടെ എന്തെങ്കിലും മേന്മ കൊണ്ടല്ല, പക്ഷേ അതേസമയം അതിനാവശ്യമുള്ള ഡേറ്റ അതിലുണ്ട്, ഡേറ്റ അവരുടെ ഡേറ്റ സെറ്റിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ രണ്ടാമത്തെ ചോദ്യം, ടെൽ മീ അബൌട്ട് ദ ജാവ ട്രൈബ് ഓഫ് ദ ആൻഡമാൻസ് എന്ന് ചോദിച്ചു. ഇതിനെക്കുറിച്ച് ഡേറ്റ വളരെ ചുരുക്കമുള്ളൂ, ഈ നെറ്റിലും മറ്റൊക്കെ വളരെ ചുരുക്കമുള്ളൂ. അത്രയും ചുരുക്കമുള്ളൂ എന്നുണ്ടെങ്കിൽ അപ്പൊ അതിനനുസരിച്ചുള്ള ഡേറ്റ ഇല്ല. ആ ഡേറ്റ ഇല്ലെങ്കിൽ എന്ത് ക്രമീകരണം ചെയ്തിട്ടും കാര്യമില്ല. നേരത്തെ പറഞ്ഞ പോലെ ഈ ആവറേജ് കണ്ടെത്താൻ നമ്പറൊന്നും ഇല്ലെങ്കിൽ ആവറേജ് കണ്ടെത്താൻ ഒന്നുമില്ല. അതുപോലെ ഈ അൽഗോരിതമിക് ക്രമീകരണം മാത്രമുണ്ട്, പക്ഷെ ഡേറ്റ ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. അപ്പോൾ അത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു തന്നിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ 3ാമത്തെ ചോദ്യം ട്രൂമാൻസ് തിയറി ഓഫ് പ്ലാൻ റെസ്പിറേഷൻ എന്ന് ചോദിച്ചു. അങ്ങനെ ഒരു സംഗതിയേ ഇല്ല. പക്ഷേ ഈ 3 കാര്യങ്ങളുണ്ട്, പ്ലാനും റെസ്പിറേഷനും ട്രൂമാൻ എന്ന അമേരിക്കൻ പ്രസിഡന്റ് മറ്റൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടെ ചേർന്ന് ഗംഭീര ആഖ്യാനം നിർമ്മിച്ചു. അതുപോലെ തന്നെ വേറൊരു ചോദ്യം, ലൈഫ് ഇൻ പെനിൻസുലാർ ഇന്ത്യ അണ്ടർ ദ ഗ്രീക്ക് ഇറ എന്ന് ചോദിച്ചു. അപ്പോൾ അത് കേരളത്തിലൊക്കെ ഗ്രീക്കുകാർ വന്ന് കുറെ അധിനിവേശം നടത്തിയതിന്റെ കഥകളൊക്കെ, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫിക്ഷനാണ്. അതുപോലുള്ള സംഗതികളൊക്കെ ഗംഭീരമായിട്ട് നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിന് ഡേറ്റ ഇല്ല. അപ്പോൾ ഈ ആവറേജ് നേരത്തെ പറഞ്ഞ ഉപമ പറയുകയാണെങ്കിൽ ആവറേജ് ചെയ്യാനായിട്ട് ഒന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഉള്ള ഡേറ്റ വെച്ചൊക്കെ ആവറേജ് ചെയ്യുക, അപ്പോഴത്തേക്ക് ഇങ്ങനെ കിട്ടും എന്നുള്ളൊരു സംഗതി. ഞാൻ ലളിതമായിട്ട് പറഞ്ഞാണ്, ഇത് അങ്ങനെ ലളിതവൽക്കരിച്ച് പറഞ്ഞാണ്, പക്ഷെ അത് അതിൻ്റെ ആശയം ഉൾക്കൊള്ളുന്ന രീതിയിൽ പറഞ്ഞെന്ന് മാത്രം. പിന്നെ 3ാമത്, ഈ ഡേറ്റ നിരന്തരമായിട്ട് വേണ്ടി വരുന്ന ഒരാവശ്യമുണ്ട്. ഇപ്പം നമുക്ക് ഉദാഹരണത്തിന് നമ്മൾ പലപ്പോഴും പറയും ഈ AI ഉപയോഗിച്ചുകൊണ്ട് ഈ ലോ ആൻഡ് ഓർഡർ ഒക്കെ നമുക്ക് ഗംഭീരമാക്കാമെന്ന് പറയും. അതിന് കാര്യമുള്ള കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നം പറയാമെന്നിരുന്നു. അതിൽ പ്രെഡിക്റ്റീവ് പോലീസിങ് എന്ന് പറയുന്ന ഒരു സംഗതി പാശ്ചാത്യ ലോകത്ത് ധാരാളമായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഈ പ്രെഡിക്റ്റീവ് പോലീസിങ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഡേറ്റ ഉപയോഗിച്ചുകൊണ്ട് ഡേറ്റയിലുള്ള ക്രിമിനൽ പാറ്റേൺസ് കണ്ടെത്തുക, ആ പാറ്റേൺസിനെ അടിസ്ഥാനപ്പെടുത്തി എങ്ങനെയാണ് അടുത്ത ക്രൈം വരുന്നത് എന്നുള്ളതിന് അത് പ്രവചിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ പാറ്റേൺസ്, നേരത്തെ ഉണ്ടായിരുന്ന പാറ്റേൺസ് അതേപോലെ ആവർത്തിക്കും എന്നുള്ളൊരു നിഗമനമാണ് അതിൻ്റെ അകത്തുള്ളത്. ആ നിഗമനം നമുക്കറിയാം. ഈ കള്ളന്മാരാണെന്നുണ്ടെങ്കിൽ നിരന്തരമായിട്ട് ചെയ്യുന്ന പാറ്റേൺ ഒരു തവണ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ വേറെ പാറ്റേൺ കണ്ടെത്തുക എന്നുള്ളതാണ് അവർ ചെയ്യുക. പക്ഷെ അത് ഇതിന് ലഭ്യമല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക, ഈ പ്രെഡിക്റ്റീവ് പോലീസിങ് അൽഗോരിതം നിർമ്മിക്കുമ്പോൾ ഉള്ള ഡേറ്റ വെച്ച് നിർമ്മിച്ചു. അതിനുശേഷം ഈ ചില സ്ഥലങ്ങളൊക്കെ വലിയ കുറ്റകൃത്യം സാധ്യതയുള്ളതാണെന്ന് അടയാളപ്പെടുത്തും. അവിടേക്ക് മാത്രം പോലീസുകാരെ അയക്കും. പിന്നെ അവിടുന്ന് മാത്രമേ ഡേറ്റ വരുന്നു, ബാക്കിയുള്ള അടുത്തുനിന്ന് ഡേറ്റ കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിന്റെ ഉപയോഗം അല്ലെങ്കിൽ ഉപയോഗക്ഷമത വല്ലാണ്ട് കുറയുന്നു. അപ്പൊ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, അതിനെ മറ്റൊരു രീതിയിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരു യന്ത്രം നിർമ്മിക്കുകയാണെന്ന് കരുതുക. ഒരു യന്ത്രം നിർമ്മിച്ചു, ഇപ്പൊ ഒരു കാർ നിർമ്മിച്ചു, അതിന് 50 കിലോമീറ്റർ വേഗതയിൽ പോകാൻ പറ്റുന്ന ഒരു കാർ നിർമ്മിച്ചു. അത് 10 വർഷം കഴിഞ്ഞാലും 50 കിലോമീറ്റർ വേഗതയിൽ പോകും. അത് ഇന്ധനമൊക്കെ വേണം, അതൊക്കെ ശരി, ഭൗതികമായിട്ടുള്ള നിയമങ്ങളും മറ്റുമൊക്കെ ആശ്രയിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഇത് കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കണമെങ്കിൽ വേണ്ടത് അനുയോജ്യമായിട്ടുള്ള ഡേറ്റയാണ്. ഈ ഡേറ്റ നിരന്തരമായിട്ട് സൃഷ്ടിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഡേറ്റ സൃഷ്ടി നിർത്തിക്കഴിഞ്ഞാൽ 5 വർഷം കഴിഞ്ഞാൽ ഈ അൽഗോരിതം കൊണ്ടൊരു കാര്യമില്ലാത്തൊരവസ്ഥയെത്തും. എന്താണെന്ന് വെച്ചാൽ ആ ഡേറ്റ ഉണ്ടാവണം. ഇതെല്ലാം കൂടെ സമ്മേളിച്ചുകൊണ്ടാണ് ഞാൻ
എല്ലാം കൂടെ ഒത്തുചേരലിലാണ് ഈ നിർമ്മിത ബുദ്ധി എന്നുള്ളത് സൂചിപ്പിക്കാൻ വേണ്ടി ഇവിടെ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ സാം ഓൾട്ട്മാൻ്റെ ഒരു ട്വീറ്റാണ്, എന്നെ വല്ലാണ്ട് പ്രകോപിപ്പിച്ച ഒരു ട്വീറ്റാണ്. അതുകൊണ്ട് ഞാനത് ചേർക്കുന്നു. ഐ നോ ഐ എം നോട്ട് സപ്പോസ് ടു ബ്രാഗ് അബൌട്ട് OpenAI, ബട്ട് ദ ടാലന്റ് ഡെൻസിറ്റി അറ്റ് ദ സ്കെയിൽ 375 പേരെ കൊണ്ട് ChatGPT നിർമ്മിച്ചു എന്നാണ് പറയുന്നത്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഹാപ്പൻഡ് ഇൻ ദ ടെക് ഇൻഡസ്ട്രി ഇൻ റീസെന്റ് മെമ്മറി. 375 പേരെ കൊണ്ട് ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സാങ്കേതികവിദ്യ നിർമ്മിച്ചു എന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹം എന്തിനേക്കാണ് അദൃശ്യവൽക്കരിക്കുന്നത്? ഇദ്ദേഹത്തിന്റെ കമ്പനി തന്നെ ഒരു കരാറിൽ ഏർപ്പെട്ട് കെനിയയിലുള്ള ആയിരക്കണക്കിന് ആളുകളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ടുണ്ട്. ഇതൊന്നും അദ്ദേഹത്തിൻ്റെ ഒരു വിഷയമല്ല. അദ്ദേഹം ഏതെങ്കിലും ഒരു തൊഴിൽ, നേരത്തെ പറഞ്ഞ ഈ മൂന്ന് തൊഴിലുണ്ടല്ലോ, ഇത് അടുത്ത സ്ലൈഡാണ്. 3 തൊഴിൽ, ഈ 3ാമത്തെ തൊഴിലിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുന്നത്, ബാക്കിയെല്ലാം അദൃശ്യമാണ് എന്നുള്ളൊരു അവസ്ഥയാണ് ഇവിടെ വരുന്നത്. അപ്പം അത് ഞാൻ 3 തൊഴിലുകളും കൂടെ ചേരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ തൊഴിലധിഷ്ഠിതമാണ് AI എന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. നമ്മൾ പലപ്പോഴും വിചാരിക്കുക, ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ആദ്യം മാർക്സിൻ്റെയൊക്കെ രചനകളിലും മറ്റുമൊക്കെ പറയുന്നുണ്ട്, നിർമ്മാണ പ്രക്രിയയിൽ യന്ത്രത്തിൻ്റെ പങ്ക് കൂടുന്നു, മനുഷ്യൻ്റെ പങ്ക് കുറയുന്നു എന്നിരിക്കുമ്പോൾ തന്നെ മനുഷ്യന്റെ പങ്ക് അവിടെ വളരെ പ്രധാനമാണ്. മനുഷ്യന്റെ പങ്കിനെ ആംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ് യന്ത്രങ്ങളിലൂടെ സാധ്യമാകുന്നത്. പക്ഷെ അതേസമയം നമുക്ക് പെട്ടെന്ന് പുറമേ നിന്ന് നോക്കുമ്പോൾ തോന്നുന്ന ഒരു പ്രതീതി എന്ന് വെച്ചാൽ യന്ത്രങ്ങൾ മൂല്യം നിർമ്മിക്കുന്നു എന്നുള്ളതാണ്. വലിയ യന്ത്രങ്ങൾ ഒരുപാട് മൂല്യം നിർമ്മിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു പക്ഷേ നമ്മുടെ നാട്ടിലും മറ്റുമൊക്കെ ഉള്ള ഈ ചപ്പാത്തി യന്ത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇപ്പോൾ ചപ്പാത്തി യന്ത്രങ്ങൾ, അപ്പോൾ അതിൽ ആകെപ്പാട് 5 പേരുണ്ട്, ആയിരക്കണക്കിന് ചപ്പാത്തി ഒരു ദിവസം നിർമ്മിക്കുന്നു. അപ്പോൾ യന്ത്രം മൂല്യം നിർമ്മിക്കുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്ക്, ആ ഒരു പ്രതീതി നമുക്ക് ഉണ്ടാക്കും. അപ്പോൾ അത്തരം പ്രതീതി തന്നെയാണ് ഇവിടെയും വരുന്നത്. ഇത് എന്തോ കുറച്ച് 375 പേരും കുറേ യന്ത്രങ്ങളും കൂടെ ചേർന്ന് ഭയങ്കരമായിട്ട് യന്ത്രമാണ് കൂടുതൽ, അങ്ങനെ പ്രോഗ്രസ് ചെയ്ത് പോയി അവസാനം യന്ത്രങ്ങൾ മാത്രമാവും എന്നുള്ളതാണ് നമ്മൾ നേരത്തെ PKB ഒക്കെ ഇവിടെ സൂചിപ്പിച്ച സിംഗുലാരിറ്റിയെ പോലുള്ള ഇതൊക്കെ വരുന്നത്. പക്ഷെ മനുഷ്യൻ എന്ന് വെച്ചാൽ ഒരു സിമ്പിൾ ആയിട്ടുള്ളൊരു ഇതാ പറയുകയാണെങ്കിൽ അത് ശരിയല്ല, പക്ഷെ അതേസമയം പറയാൻ എളുപ്പത്തിന് പറയാം. എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷനായിട്ട് കണക്കാക്കാം, വേണമെങ്കിൽ മനുഷ്യന്റെ അധ്വാനത്തിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നതായിട്ട് വേണം കണക്കാക്കാം. അപ്പം മനുഷ്യന്റെ അധ്വാനം ഇല്ല, 0 ആണെങ്കിൽ എന്ത് മൾട്ടിപ്ലൈ ആയിട്ടും കാര്യമില്ല എന്ന് പറയും. പക്ഷെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ പ്രശ്നമുണ്ട്. എന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ രണ്ട് സമാനമായിട്ടുള്ള കാര്യങ്ങളല്ല. മനുഷ്യന്റെ അധ്വാനത്തിനൊരു പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഉപമ ഒരു പരിധിവരെ പോകുള്ളൂ, പക്ഷെ ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രം. ഇപ്പം നമ്മുടെ വ്യാവസായിക വിപ്ലവത്തിൻ്റെയൊക്കെ സമയത്ത്, വ്യാവസായിക വിപ്ലവത്തിന് 2-3 സ്ലൈഡും കൂടെ ഉള്ളൂ, അത് ഞാൻ നിർത്താം. വ്യാവസായിക വിപ്ലവത്തിൻ്റെ സമയത്ത് സംഭവിച്ചിട്ടുള്ള ഒരു സംഗതി ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കുറേയധികം നിർമ്മിക്കുക, നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ ക്ഷമത കൂട്ടുക, കാര്യക്ഷമത വർദ്ധിപ്പിക്കുക, ഒരുപാട് നിർമ്മിക്കുക. അപ്പോൾ ഇതിൽ ഒരേപോലെയുള്ള കുറേയധികം സംഗതികൾ നിർമ്മിക്കുക എന്നുള്ളതാണ് സംഭവിക്കുക. ഇപ്പോൾ വൈവിധ്യം എന്നുള്ളത് പലപ്പോഴും നഷ്ടപ്പെടുന്നു. ഇപ്പോൾ നമുക്ക് ഒരു 10 ചെടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 10 ചെടികൾ ഒരേ തരം വിത്തുകൾ, ഒരേ തരം ചെടിയാണെങ്കിൽ തന്നെയും വൈവിധ്യങ്ങളുണ്ടാവും. അതിൽ അതിൻ്റെതായിട്ടുള്ളൊരു നേച്ചറിൻ്റെ ഒരു വൈവിധ്യമുണ്ട്. പക്ഷേ അതേസമയം നിർമ്മാണ പ്രക്രിയക്കകത്ത് ഈ വൈവിധ്യങ്ങളൊക്കെ വല്ലാണ്ട് കുറയുന്ന ഒരവസ്ഥ, പെട്ടെന്ന് നിർമ്മിക്കണമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് ഇപ്പം നമുക്ക് പലപ്പോഴും ഈ നിർമ്മിത ബുദ്ധിക്കകത്ത് ഇങ്ങനൊരു വൈവിധ്യ ശോഷണം ഉള്ളതായിട്ട് തോന്നത്തേയില്ല. അതെന്തുകൊണ്ട് തോന്നുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് അതില്ലേ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. നിർമ്മിത ബുദ്ധി എന്തോ ഒരു പ്രത്യേക സംഗതിയാണോ, ഇതിൽ നിന്നെല്ലാം മുക്തമായിട്ടുള്ള ഒരു സംഗതിയാണോ എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിന് ആ ചോദ്യത്തിനോട് നമുക്ക് ഒരുപക്ഷെ സമീപിക്കാൻ കഴിയുന്ന ഒരു സംഗതി, നിർമ്മിത ബുദ്ധിക്കകത്ത് ഈ കൺസെൻസസ് മോഡൽ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഈ ആവറേജിങ് പോലുള്ള ഒരു കൺസെൻസസ് മോഡലാണ്. നമുക്ക് ഏത് ChatGPTയോ ജെമിനിയോ എന്തിലെടുത്താണെങ്കിലും നമ്മളൊരു പക്ഷേ ഒരു ബ്രേക്ക്ഫാസ്റ്റിന്റെ ചിത്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് മിക്കവാറും ഒരു സോസേജും എഗ്ഗും അതുപോലുള്ള സംഗതിയുള്ള ഒരു വെസ്റ്റേൺ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും തരിക. എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഒരേ വിവരശേഖരങ്ങളിൽ നിന്നാണ്. അതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് ഇതാണ്. നമുക്ക് ചിലപ്പോൾ മാറ്റി മറിച്ചൊക്കെ വരും, പക്ഷെ അതേസമയം കൂടുതലും വരുന്നത് ഇതാണെന്നുള്ളതാണ് ഞാൻ സൂചിപ്പിച്ചു വന്നത്. അപ്പോൾ ഈ കൺസെൻസസ് മോഡൽ എന്നുള്ളത് ഈ ഡേറ്റയിൽ നിന്ന് ഉള്ള ഒരു കൺസെൻസസ്, ഒരു ആവറേജിങ് പോലുള്ള ഒരു മോഡൽ ആണ് ഇത് സൃഷ്ടിക്കുന്നത്. പക്ഷെ അതേസമയം മനുഷ്യന്റെ പ്രവർത്തനം ഇങ്ങനെയല്ല. മനുഷ്യനോട് ഒരാളുടെ അടുത്ത് ചോദിക്കുകയാണ്, ഇപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് പ്രഭാത ഭക്ഷണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തരുന്ന ഒരു ഉത്തരവായിരിക്കും അനുയോജ്യമായിട്ടുള്ള രീതിയിൽ മറ്റൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ കറസ്പോണ്ടൻസ് വിത്ത് റിയൽ വേൾഡ്, വസ്തുതാപരമായിട്ട് ശരിയാണോ അല്ലെങ്കിൽ ഭൗതിക ലോകവുമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെയാണ് നമ്മൾ
ചിന്തിക്കുക. പക്ഷെ അതേസമയം ഇതിനെ സംബന്ധിച്ചോളം ഈ ആവറേജിങ് എന്നുള്ളൊരു സംഗതിയാണ് സംഭവിക്കുന്നത്. ഈ ആവറേജിങ് എന്നുള്ള സംഗതി എല്ലായിടത്തും ഒരേപോലെ സംഭവിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പലപ്പോഴും വിചാരിക്കും, ചിലർ പറയാറുണ്ട് ഈ ChatGPT ഉപയോഗിച്ച വലിയ പ്രശ്നമാണെന്നൊക്കെ പറയുന്നല്ലോ. അപ്പം നമുക്ക് 4-5 നിർമ്മിത ബുദ്ധി സംഗതികളുണ്ടല്ലോ, ഈ സാങ്കേതിക വിദ്യ ഉണ്ടല്ലോ, ഇത് എല്ലാത്തിനും ഉപയോഗിച്ചുകൊണ്ട് സമ്മേളിച്ചെടുക്കാം എന്ന് വെച്ചാൽ അപ്പം അങ്ങനെ അതിലൂടെ നമുക്ക് നിർമ്മിത ബുദ്ധി ഇതായിട്ട് ഉപയോഗിക്കാം. പക്ഷെ എല്ലാത്തിലും ഉൾച്ചേർന്നിട്ടുള്ള ഒരേ തരത്തിലുള്ള ഈ കൺസെൻസസ് എന്നുള്ള ഒരു മോഡലാണ്, ഒരേപോലെ തന്നെയാണ്. പക്ഷെ അത് ഒരേപോലെ അല്ല എന്ന് തോന്നുന്നത് കുറച്ച് റാൻഡമൈസേഷനും കുറച്ച് ഈ ഡേറ്റാ സെറ്റിന്റെ വ്യത്യാസങ്ങളും മറ്റുമൊക്കെ കൊണ്ടാണ് എന്നാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ വ്യാവസായിക വിപ്ലവത്തിന്റെ ലോജിക്കുകൾ, അതേ യുക്തികൾ ഇതിലും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ വ്യത്യസ്ത തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ ഈ ഡേറ്റയുടെ ബാഹുല്യം കാരണം നമുക്ക് അത്ര ദൃശ്യമല്ലാതിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം നിർമ്മിത ബുദ്ധി ഉപയോഗിക്കപ്പെടുന്ന മേഖലകൾ ഇപ്പോൾ ധാരാളം ഉണ്ട്. ഉപന്യാസം എഴുത്ത് നമുക്കറിയാം. ഈ ഒരു അധ്യാപകനാണെങ്കിൽ നിരവധിയായിട്ടുള്ള ഇങ്ങനെ എസ്സേകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം എന്ന് വെച്ചാൽ ഇത് എന്താണ് സംഗതി, ഇത് ChatGPT കൊണ്ട് എഴുതിച്ചതായിരിക്കാൻ സാധ്യത കൂടുതലാണെന്ന് നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ പരസ്യങ്ങൾക്കായിട്ടുള്ള ചിത്രങ്ങൾ നമ്മൾ നിർമ്മിത ബുദ്ധി ഒന്നും ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണെന്ന് വിചാരിക്കുക. പക്ഷെ മാറി നിൽക്കാനും പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ റോഡിൽ കൂടെ നടക്കുമ്പോൾ കാണുന്ന പരസ്യ ബോർഡുകളിലും മറ്റൊക്കെയുള്ള ചിത്രങ്ങൾ ഇപ്പോൾ മിക്കവാറും ഒക്കെ നിർമ്മിത ബുദ്ധിയാണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. പക്ഷെ അല്ലെങ്കിൽ ഇപ്പോൾ വരുന്ന മാസികകളിലും മറ്റുമൊക്കെ, ഞാൻ ഇന്നാൾ ഒരു മാസികയ്ക്ക് ഒരു ലേഖനം കൊടുത്തു. അവർ 10-15 ചിത്രം, ഓരോ പേജിൽ ഓരോ ചിത്രം വെച്ച്, എല്ലാം നിർമ്മിത ബുദ്ധി ചിത്രങ്ങളാണ്. അത് നമുക്ക് മാറി നിൽക്കാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ട്. പിന്നെ ഈ ക്രമസമാധാന മേഖലയിലും മറ്റുമൊക്കെ ഒരു വൈദഗ്ധ്യത്തെ വില കുറച്ച് കാണുന്ന ഒരു അവസ്ഥയുണ്ട്. പിന്നെ മെഡിക്കൽ രംഗത്ത് മറ്റൊക്കെ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. അപ്പം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്ന 2 സ്ലൈഡുകൾ, അത് ഒന്ന്, നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത് അധ്വാനത്തിൽ അധിഷ്ഠിതമാണ്. മറ്റ് സാങ്കേതിക വിദ്യകളുടെ രൂപകൽപ്പനയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ടെങ്കിൽ ഇവിടെ അൽഗോരിതമിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന അതിന് സമാനമായിട്ടുള്ള മേഖല വളരെ ചെറുതാണ്. ഡേറ്റയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം. മനുഷ്യരാണ് ഡേറ്റ നിർമ്മിക്കുന്നത്. അത് അധ്വാനം എന്ന് വെച്ചാൽ മാർക്സിന്റെ ഒരു നിർവചനത്തിൽ ലിവിങ് ലേബർ എന്ന് പറയാൻ പറ്റില്ല, അരക്ക് ചെയ്തു വെച്ച അധ്വാനം. പിന്നെ അധ്വാനത്തിന്റെ അദൃശ്യവൽക്കരണമുണ്ട്. പിന്നെ പൊതുവായി ലഭ്യമായ വിവരങ്ങളുടെ ഒരു മൂലധനവൽക്കരണവുമുണ്ട്. അപ്പോൾ നമുക്ക് ഈ മുതലാളിത്തത്തിൽ നിന്ന് ഭിന്നമായിട്ട് ഈ വിവരശേഖരങ്ങളെയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം നമുക്ക് ചോദിക്കാമല്ലോ. ഈ വിവരശേഖരങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ പറയുന്ന ഈ നിർമ്മിത ബുദ്ധിക്കകത്ത് വലിയ പ്രശ്നങ്ങളുണ്ട് മുതലാളിത്തമായിട്ട് ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ലേ എന്നുള്ള എന്താ പറഞ്ഞു വരുന്നത് എന്നുള്ളൊരു ചോദ്യം വരുമല്ലോ. അപ്പോൾ അതിന് ഒരുപക്ഷെ ഒരു ഉത്തരത്തിന്റെ ദിശാസൂചിയായിട്ട് നിൽക്കുന്ന വിക്കിപീഡിയയെക്കുറിച്ചുള്ള വിമർശനങ്ങളൊക്കെ നിൽക്കുമ്പോൾ തന്നെ അതിൽ എന്താണെന്ന് വെച്ചാൽ വിക്കിപീഡിയ എന്ന് പറയുന്നത് ഒരു നോട്ട് ഫോർ പ്രോഫിറ്റ് സംഘടനയാണ്. അപ്പൊ അവര് നിർമ്മിച്ച ഒരു എൻസൈക്ലോപീഡിയാണിത്. അപ്പോൾ വിക്കിപീഡിയ ഒരുപാട് വിവരശേഖരങ്ങൾ ഒരുപാട് പേര് കൊണ്ടുവന്നിട്ടുണ്ട്. അവരെല്ലാരും കൂടെ ചേർന്ന് ഈ വിവരശേഖരങ്ങളെ മറ്റൊക്കെ ക്രമീകരിക്കുന്നുണ്ട്. ആ ക്രമീകരണമൊക്കെ ചെയ്തതിന് ശേഷം ഈ വിക്കിപീഡിയയിൽ ആധികാരികമായിട്ടുള്ള വിവരങ്ങളാണ് നമുക്ക് കിട്ടുക. നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള വിവരങ്ങൾ കിട്ടണമെങ്കിൽ നമ്മൾ പലപ്പോഴും വിക്കിപീഡിയയിലേക്ക് പോകും. പക്ഷെ ഇതേപോലെ തന്നെ ഫേസ്ബുക്ക് മറ്റൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് പേരുണ്ട്, എല്ലാവരും കൂടെ ഒന്നിച്ച് പ്രവർത്തിക്കുന്നു. പക്ഷെ ഏറ്റവും ആധികാരികത കുറഞ്ഞ വിവരങ്ങൾ, മിക്കവാറും ഒക്കെ വ്യാജ വാർത്തകൾ കിട്ടുന്ന ഈ ഫേസ്ബുക്കൊക്കെ വ്യാജ വാർത്തകളുടെ ഒരു വലിയ ഇതാണെന്ന് പറഞ്ഞാൽ തെറ്റുണ്ടാവില്ല എന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ മുന്നിൽ ധാരാളം ചോദ്യങ്ങളുണ്ട് ഇതിനെക്കുറിച്ച്. ഇത്തരം പല ചോദ്യങ്ങളെക്കുറിച്ചും സംസാരിക്കാൻ ഏറെയുണ്ട്. പക്ഷെ ഞാനിത് ചോദ്യങ്ങൾ മാത്രം നിരത്തിക്കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. ഈ ഡേറ്റയും അധ്വാനവും തമ്മിലുള്ള ബന്ധം, അതിനെ നമ്മൾ എങ്ങനെ കാണണം, അതിനെ നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് എന്നുള്ള ഒരു സംഗതി. പിന്നെ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ 2-4-5 വർഷം കൊണ്ട് ഉയർന്നു വന്ന ഒരു വലിയൊരു വാദഗതിയാണ് റെന്റ് എന്ന് പറയുന്ന ഒരു സംഗതി. നിങ്ങൾക്ക് ചിലർക്കെങ്കിലും പരിചിതമായിരിക്കും. യാനിസ് വരോഫാക്കിസ് എന്നൊക്കെ പറയുന്ന ഒരാളുടെ ഒരു പുസ്തകം, ടെക്നോ ഫ്യൂഡലിസം എന്നുള്ളൊരു പുസ്തകം. ഇവിടെ കുറച്ചുപേരൊക്കെ ചർച്ച ചെയ്യണ്ട, ഇവിടെ പൊതുമണ്ഡലത്തിൽ തന്നെ കുറച്ച് ചർച്ചകളൊക്കെ വന്നിട്ടുള്ള ഒരു സംഗതിയാണ് കേരളത്തിൽ. അപ്പൊ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ കുടിയേറിയിട്ട് അതിനുള്ള വാടക ഈടാക്കുകയാണെന്നുള്ളത്. അപ്പൊ ഈ വാടക എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെയാണ് ചൂഷണം എന്നുള്ളൊരു ചോദ്യത്തിന് വലിയൊരു ബുദ്ധിമുട്ടാണ്. വാടകയാണല്ലോ ഈടാക്കുന്നത്. അപ്പൊ എവിടെയാണ് ചൂഷണം, എവിടെയാണ് നമ്മൾ ആക്ട് ചെയ്യേണ്ടത്, എവിടെയാണ് ഇപ്പൊ ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളും മറ്റൊക്കെ അല്ലെങ്കിൽ വർഗരാഷ്ട്രീയവും മറ്റൊക്കെ എങ്ങനെയാണ് ഇതിനെ അഭിമുഖീകരിക്കേണ്ടത് എന്നുള്ളതിൽ വലിയൊരു ഡെഡ് എൻഡ് പോലെ വരുന്നു. അതിലൊരു പ്രശ്നമുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് മറ്റ് തിയറികളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ അതിലേക്ക് പോകാൻ സാധ്യമല്ല. പിന്നെ ഈ എ ഐ വന്നിട്ട് എല്ലാത്തിനെയും പിടിച്ചടക്കി കളയും എന്നൊക്കെയുള്ള രീതിയിലുള്ള ചിന്തകളും മറ്റൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതിലൂടെ തൊഴിലാളി വർഗത്തിന് അഭിമുഖീകരിക്കേണ്ടിരുന്ന പ്രത്യാഘാതങ്ങളുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ഞാൻ അവസാനമായിട്ട് പറഞ്ഞു നിർത്താൻ ഒരു കാര്യം, ഈ AI എന്ന് പറയുന്നത് ഈ
ഒരുപാട് വിവരശേഖരങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരികയും എല്ലാവരുടെയും വിവരശേഖരങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരുന്നു. ഈ വിവരശേഖരങ്ങൾ ഒരുമിച്ച് കൊണ്ടുവന്നുകൊണ്ട് എല്ലാവർക്കുമുള്ള ഉപയോഗത്തിനായി പ്രവർത്തിപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ ഇവയെല്ലാം ഒന്നിച്ചു കൊണ്ടുവന്ന് എല്ലാവർക്കുമുള്ള ഉപയോഗപ്രദമായി പ്രവർത്തിപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് അതിൻ്റെ ഒരു ഘടന. പക്ഷെ അങ്ങനെ അല്ലാതെ പ്രവർത്തിക്കുന്നത് ഇപ്പോൾ കമ്പനികളുടെയും മറ്റുമൊക്കെ താല്പര്യത്തിനാണ്. പക്ഷെ ഇതിനൊരു അടിസ്ഥാനപരമായിട്ടൊരു സഹകരണ ഘടന അതിൽ അന്തർലീനമാണെന്ന് വിചാരിക്കാം. എന്ന് വെച്ചാൽ പലരുടെയും വിവരങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരിക, എല്ലാവരുടെയും നന്മയ്ക്കായിട്ട് മറ്റുമൊക്കെ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഒരുപക്ഷെ അതുപോലുള്ള ചിന്തകളായിരിക്കാം ഒരുപക്ഷെ AI വിമോചനപരമായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ എന്നുള്ളതിലേക്ക് നയിക്കുക. കുറച്ച് സമയം കൂടിപ്പോയി എന്ന് വിചാരിക്കുന്നു. പക്ഷെ എന്തായാലും കൂടിപ്പോയി എന്ന് തോന്നുന്നു. പക്ഷെ അതേസമയം ഞാനിവിടെ നിർത്താം.